വാക്കുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒറ്റ സെന്റൻസ് ആണ് ഈ വലിയ നോക്കിന്റെ വിശേഷണം. പുണ്യം പൂക്കുന്ന കാലം ഇങ്ങനെ കേട്ടിട്ടില്ലേ? നമ്മൾ നിരന്തരം കേൾക്കാണ് പുണ്യം പൂക്കുന്ന കാലം. ഈ പുണ്യം എന്തോ എന്നുള്ളതാണ് അന്നേരം നമുക്ക് പ്രശ്നം വരാം. അത് പൂക്കുന്ന കാര്യം തന്നെ പൂക്കുന്നില്ല, നമ്മൾ അതിനെ സഹായിച്ചു കൊടുക്കണം. നല്ലതായിട്ട് വളമിട്ട് അതിന് ആവശ്യത്തിനുള്ള പരിചരണമൊക്കെ കൊടുക്കുമ്പോഴേ ഒരു ചെടി പൂക്കുന്നുള്ളൂ, അതിന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഇതാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്, പുണ്യം പൂക്കുക എന്ന് പറയുന്നത്. പുണ്യങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. എത്ര പുണ്യങ്ങളുണ്ടെന്നറിയാം? എല്ലാം കൂടെ എത്ര പുണ്യങ്ങളുണ്ട്? എല്ലാം കൂടെ 7 ഉണ്ട്, മറക്കരുത്. നമ്മൾ സൺഡേ സ്കൂളിൽ പിള്ളേർ പഠിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ അപ്പനമ്മമാരെ അവരുടെ വീട്ടിൽ നാടുകളിലേക്ക് പോകാൻ പാടില്ല. നമുക്ക് എല്ലാം അറിയാമെങ്കിലും ഇത് നമ്മൾ അറിയേണ്ടതായിട്ട് വലിയ ഉത്തരവാദിത്തമുണ്ട്. 7 പുണ്യങ്ങളാണുള്ളത്. അതിനെ 2ആയിട്ട് പ്രധാനമായിട്ട് തിരിക്കുന്ന ഒന്ന് ദൈവിക പുണ്യങ്ങൾ, രണ്ടാമത്തെ പേര് സാൻമാർഗിക പുണ്യങ്ങൾ. ഈ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോഴേ നമുക്ക് ഇതിനോട് ഒരു അഭിരുചി ഉണ്ടാവുള്ളൂ. നമ്മളിതിനെ ബോധപൂർവ്വം നമ്മളിത് വളർത്താനായിട്ട് പരിശ്രമിക്കുകയുള്ളൂ. ദൈവിക പുണ്യങ്ങൾ, സാൻമാർഗിക പുണ്യങ്ങൾ, ഈ പേരുകൾ വന്നത് തന്നെ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. ദൈവിക പുണ്യങ്ങളുടെ പ്രത്യേകത ഇതാണ്, ദൈവം നമുക്ക് ഗിഫ്റ്റായിട്ട്. ദൈവിക പുണ്യങ്ങളുടെ പ്രത്യേകത ഇതാണ്, ദൈവം നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നു. അതേ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാന്നുള്ളതാണ്. അത് വളർന്നോളൂ. ദൈവിക പുണ്യങ്ങൾക്ക് സപ്പോർട്ടായിട്ട് പിന്നീട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് നമ്മൾ വളർത്തിയെടുക്കേണ്ടതെന്നാണ് സാൻമാർഗിക പുണ്യങ്ങൾ. അത് ഈ 2 ദൈവിക പുണ്യങ്ങളെ ഇംഗ്ലീഷിൽ പറയുന്നത് തിയോളജിക്കൽ വെർച്യൂസ് എന്നാണ്. തിയോസ് എന്ന വാക്കിൽ നിന്ന് ദൈവം എന്നുള്ള അർത്ഥത്തിലാണത് കാണുന്നത്. പിന്നീട് സാൻമാർഗിക പുണ്യങ്ങൾ. സാൻമാർഗിക പുണ്യങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കാർഡിനൽ വെർച്യൂസ്. കാർഡിനൽ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടില്ലേ? ഭാവത്തിരുമേനിയൊക്കെ വന്നപ്പോൾ നമുക്ക് കാർഡിനൽ വാക്ക് നമുക്ക് ഒത്തിരി പരിചയമാണ്. കാർഡിനൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം? ഹിഞ്ച് എന്ന വാക്കിൽ നിന്നാണ് കാർഡിനൽ എന്ന വാക്ക്. ഹിഞ്ചറിയാം, ജാവരി, ഈ കറുതും ജനലും ഒക്കെ കിടന്ന് ഓടുന്ന സാധനം. ആ ഹിഞ്ച് എന്ന വാക്കിൽ നിന്നാണ് കാർഡിനൽ എന്ന വാക്ക് വന്നത്. അത് വരാൻ കാരണം എന്താണ്? ഹിഞ്ചിൻ്റെ ജോലി എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഒരു മെയിൻ ഫ്രെയിം വർക്കിൽ ഒരു സാധനം കിടന്ന് ഓടാൻ വേണ്ടി സഹായിക്കുന്ന ലിങ്കാണ് ആ ഹിഞ്ച്. കാർഡിനൽ വെർച്യൂസ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അത് തന്നെ. അതാണ് സാൻമാർഗിക പുണ്യങ്ങൾ. കാർഡിനൽ വെർച്യൂസ് ഇറ്റ്സ് ആൻ ഹിഞ്ച്. ഈ 4 വെർച്യൂസാണ് കാർഡിനൽ വെർച്യൂസ്. ഇറ്റ്സ് ആൻ ഹിഞ്ച്. മെയിൻ ഫ്രെയിം ദൈവമാണ്. ഞാൻ ജീവിക്കുന്നത് ലോകത്തിലാണ്, ഇങ്ങനെ ഇതിനകത്തോട് ഓടിക്കൊണ്ടിരിക്കുക എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട്. ഈ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഈ ലോകത്തിൽ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണക്ഷൻ വിട്ടുപോകാതെ, ദൈവത്തിൽ നിന്നുള്ള കണക്ഷൻ വിട്ടുപോകാതെ എന്നെ സഹായിക്കുന്ന 4 പുണ്യങ്ങളാണ് കാർഡിനൽ വെർച്യൂസ് അല്ലെങ്കിൽ സാൻമാർഗിക പുണ്യങ്ങൾ. മലയാളത്തിൽ അതിൻ്റെ വാക്ക് സാൻമാർഗിക മോറലായിട്ടുള്ള വെർച്യൂസാണ്. അതിലേറ്റവും ആദ്യത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പവർഫുൾ വെർച്യൂ എന്ന് പറയുന്നത് പ്രൂഡൻസ് ആണ്. പ്രൂഡൻസ് മലയാളത്തിൽ വിവേകം. ഇതില്ലാതെ ഈ വിശ്വാസം, ദൈവിക പുണ്യങ്ങൾ വളരത്തില്ല. ദൈവിക പുണ്യങ്ങൾ 3 വിശ്വാസം, പ്രത്യാശ, ഉപവി. വിശ്വാസം, പ്രത്യാശ, ഉപവി. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ്. അത് പൗലോസ് ശ്ലീഹ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിശ്വാസം, പ്രത്യാശ, ഉപവി. ഈ 3 തന്നിരിക്കുന്ന ഗിഫ്റ്റ് അത് വളരണമെങ്കിൽ ഇതിൻ്റെ സപ്പോർട്ടേ വേണ്ടത്. എന്ന് വെച്ചാൽ മെയിൻ ഫ്രെയിം വർക്കിൽ നിൽക്കാതെ എൻ്റെ വിശ്വാസം വളരത്തില്ല, പ്രത്യാശ വളരത്തില്ല, സ്നേഹം വളരത്തില്ല. സ്നേഹമില്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സ്നേഹമില്ലാതെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും നമുക്ക് വളർത്തേണ്ടതായിട്ടുണ്ട്. അതിന് വിശ്വാസം, പ്രത്യാശ, ഉപവി വളരണമെങ്കിൽ നമുക്ക് 4 സാൻമാർഗിക പുണ്യങ്ങളോട് വളരണം. ആ 4 സാൻമാർഗിക പുണ്യങ്ങളാണ്. ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞതാ പ്രൂഡൻസ്. രണ്ടാമത്തേതാണ് ജസ്റ്റിസ്, നീതിബോധം. MCAക്കാർ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് നീതിബോധം. നീതി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന നീതി എന്താണ്? ഈക്വൽ ഡിവിഷനാണ് ഒരു നീതിയാണ്, അല്ലേ? എല്ലാവർക്കും തുല്യ അവകാശം എന്ന് പറയുന്നത് നീതിയാണ്. പക്ഷെ തുല്യ അവകാശം പറയുമ്പോൾ നമ്മൾ ഈ മെഷറിംഗ് റോഡ് സൂക്ഷിച്ചിരിക്കും പണി കിട്ടും. ഉദാഹരണത്തിന് നമ്മൾ തുല്യ അവകാശത്തിന് ഈക്വലായിട്ട് മെറ്റീരിയൽ സാധനങ്ങളെ തുല്യ അവകാശമായിട്ട് കൊടുക്കുക. പക്ഷെ കഴിവുകളെ, സ്നേഹത്തെ അളക്കാൻ പറ്റുമോ? ഇല്ല, ആണോ? അപ്പൊ അവിടെ നീതി വരുമ്പോഴത്തേനും ഗതമാവുക.
അപ്പൊ അതുകൊണ്ട് ദൈവനീതിയെ ഞാൻ അളക്കേണ്ടത് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് ദൈവനീതി മീൻസ് നീതിയെ അളക്കാൻ പോയാൽ അബദ്ധം പറ്റും. നമ്മൾ അളക്കേണ്ടത്, ക്രിസ്ത്യാനികൾ അളക്കേണ്ടത് നീതിയെ ദൈവത്തിന്റെ മനസ്സിൽ നിന്ന്. ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ശരിയാണോ? അതാ ദൈവത്തിന്റെ നീതി. അവിടെ അതാണ് രാവിലെ വന്നവനും ഉച്ചയ്ക്ക് വന്നവനും വൈകിട്ട് വന്നവനും കഥ മാറിയത്. അവിടെ നമ്മൾ ഈ അളവെടുക്കാൻ പോയ കഥ മാറും. അപ്പൊ ഇതെന്താണ് ഈ പറയാൻ ശ്രമിക്കുന്നത് എന്നത് അത് കൃത്യമായിട്ട് പ്രൂഡൻസോടുകൂടി, കേട്ടോ, വിവേകത്തോടുകൂടി ദൈവനീതിയെ മനസ്സിലാക്കും. അപ്പം പ്രൂഡൻസായി, ജസ്റ്റിസായി. അടുത്ത രണ്ടെണ്ണം എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് ഇതൊക്കെ ജീവിക്കാനുള്ള ഒരു ധൈര്യമാണ്. അതിൽ നമ്മൾ പറയുന്നത് വെറുതെ മനസ്സിന്റെ ഒരു ധൈര്യമല്ല, ആത്മധൈര്യമല്ല, ആത്മാവിന്റെ ധൈര്യമാണ്. ഉള്ളിൽ നിന്ന് വരുന്ന ചങ്കൂറ്റമായതിനു വേണ്ടി. അതാണ് മൂന്നാമത്തെ നമ്മൾ പറയുന്ന സാൻമാർഗിക ഹീഞ്ചെ എന്ന് പറയുന്ന ആത്മധൈര്യം. ഇനി ആത്മധൈര്യം മാത്രം മതിയോ? ഇതിനൊരു സ്ഥിരത വേണ്ട. അതാണ് നമ്മൾ പറയുന്ന സ്ഥൈര്യം. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പൊ അതിൽ നിന്ന് ഇടയ്ക്ക് കുറച്ച് നാൾ ഞാൻ നോക്കും, കുറച്ച് നാൾ ഞാൻ പ്രാർത്ഥിക്കും, പിന്നെ ഞാൻ പ്രാർത്ഥിക്കും, കുറച്ച് നാൾ ഞാൻ വിശ്വസിക്കും, പിന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഈ ഫ്ലക്ച്വേറ്റിംഗ് പരിപാടി നമുക്ക് പറ്റില്ല. അതിന് സ്ഥിരത നമുക്കുണ്ടാകും. ഇതാണ് നാലാമത്തെ പുണ്യം. അപ്പൊ ഇങ്ങനെ 4 പുണ്യം, ഇത് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ മാത്രം. ഇന്നത്തെ കുർബാന അതിന് നമ്മളെ അസാധ്യമായിട്ട് സഹായിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഇന്ന് MCAയുടെ മീറ്റിംഗ് കൂടുമ്പോൾ നമ്മൾ ഓർക്കുക, ഇന്ന് ഏറ്റവും കൂടുതൽ മലങ്കര സഭ ചർച്ച ചെയ്യപ്പെടുന്നത്, ഫോക്കസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? സഭയുടെ വളർച്ച ഏതിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? എല്ലാ ദിവസവും വന്ന് വിശുദ്ധ കുർബാന കാണുന്നതിലാണ്. അതാണ്. അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ജീവിക്കാൻ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന പോലെ നല്ലൊരു ജീവിതം ജീവിച്ചാൽ പോരായോ? നല്ലൊരു മനുഷ്യനായാൽ പോരായോ? കുർബാനയ്ക്ക് വരേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കില്ല. നല്ലൊരു മനുഷ്യനാണ്. ഇതൊന്നും ചെയ്യാത്തവരും നല്ല മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ് ഫോക്കസ്, സഭയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ഫോക്കസ് എന്ന് പറയുന്നത് സുവിശേഷം പ്രഘോഷിക്കുക. അതിന് സംശയമില്ല. അതിന് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മലങ്കര സഭയ്ക്ക് കിട്ടിയിരിക്കുന്ന സഭ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു വർഷം, വചനവർഷം, വളരെ സീരിയസ് ആയിട്ട് MCA എടുക്കേണ്ടതായിട്ടുണ്ട്. MCA എടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇന്നത്തെ വായനയിലുണ്ട്. ഇന്ന് നിങ്ങൾ പത്രോസിന്റെ ലേഖനം ഇന്ന് വായിച്ചോന്ന് എനിക്കറിയത്തില്ല. പത്രോസിന്റെ ലേഖനം വായിച്ചാൽ വെരി ഗുഡ്. അപ്പോൾ അതിനകത്തൊരു വാചകം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ശ്രദ്ധിക്കുക. പത്രോസ് പറയുന്ന ഒരു കാര്യം ഇതാണ്: പ്രിയപ്പെട്ടവരെ, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതൽ വാക്യം. അതിനകത്ത് 14-16 വാക്യങ്ങളാണ് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. 14-ാമത്തെ വാക്യം ഇതാ പറയുന്നത്: ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് വായിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ചില പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട, ഇത് ഭയങ്കര അർത്ഥമായതാണ്. വഖഫ് നിയമത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞില്ലയോ? ഇന്നലെ അന്നേരം തന്നെ ഒരു വെടിക്കെട്ട് അതിന്റെ പുറകെ വന്നത് കേട്ടായിരുന്നോ? ഓർഗനൈസറിൽ ഒരു ന്യൂസ് വന്നത് ആണോ? അത് കേൾക്കുമ്പോൾ അടുത്ത് നമുക്ക് ഇട്ട പണി വരാൻ പോകുന്നത്. പഠിക്കണ്ട, എന്തിനാ പഠിക്കുന്നത്? അതിനെക്കാട്ടി നല്ല ഗ്രാൻഡ് സാധനം നമ്മളുടെ ഇരിക്കുക. ഈ സാധനം അവിടെയാണ് ഞാൻ പറയുന്നത്. ഈ നോമ്പ് കാലത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിനെ നിങ്ങളൊന്ന് വളർത്തി നോക്കിക്കേ. ബാക്കിയൊക്കെ നിങ്ങൾ ചുമ്മാ പുഷ്പം പോലെ ദൂരെ പറയും. അതെങ്ങനെയാന്ന്? അത് കളഞ്ഞ മനുഷ്യരുണ്ട്. യേശു ജീവിച്ചിട്ട് ഉടനെ കളഞ്ഞ മനുഷ്യരുടെ കാര്യമാണ് വായിക്കുന്നത്. ഒന്ന് പത്രോസാണ് ഒരു ക്യാരക്ടർ. അദ്ദേഹം പറയുന്ന കാര്യം ഇതാ: യേശുവിന്റെ കൂടെ തൊട്ട് ജീവിച്ച ഇതിനെക്കാട്ടി ഹൊറിബിൾ സിറ്റുവേഷൻ ആയിരുന്നു അന്നത്തെ പൊളിറ്റിക്കൽ. യേശു ജീവിച്ചിരുന്ന കാലത്ത് ഇതിനെക്കാട്ടി ഹൊറിബിൾ സിറ്റുവേഷൻ. ക്രിസ്ത്യാനി എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം കഴുത്ത് വെട്ടുക. അവിടെ പിന്നെ നിയമമൊന്നും പാർലമെന്റിൽ പാസ്സാക്കേണ്ട കാര്യമൊന്നുമില്ല. രാജാവ് നിയമം ഇടുക, അന്നേരം തന്നെ കാച്ചിയേക്കുക. ക്രിസ്ത്യാനി കണ്ടാൽ കൊന്നു കളഞ്ഞേക്കുക. അല്ലെങ്കിൽ അന്ന് വഴിവിളക്കെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വഴിവിളക്ക് നമ്മൾ അതിങ്ങനെ വന്ന് കത്തിച്ചിട്ട് പോകുന്നു എഴുതി. അന്ന് വഴിവിളക്കിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ക്രിസ്ത്യാനികളെ. ഇരുമ്പ് തൂണയിൽ അങ്ങോട്ട് കെട്ടി നിർത്തി അങ്ങ് കത്തിച്ചേക്കോ. കുറെ മണിക്കൂറുകളിൽ നിന്ന് അത് കത്തുന്നുണ്ട്. ജീവനോട് കത്തിക്കുക. ഇത് വേറെ ഒന്നുമല്ല. 3 നൂറ്റാണ്ടുകളെ കഥയാണ് എനിക്ക് പറയുന്നത്. യേശുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് 2000 വർഷം കഴിഞ്ഞപ്പോൾ ഞാനും നിങ്ങളും ഇത് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഭയപ്പെടേണ്ട എന്നാണ് പറയുന്നത്. നോമ്പ് കാലത്ത് നമുക്ക് അപ്പൊ പുണ്യം പൂത്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഈ ചങ്കൂറ്റം കയറി കഴിഞ്ഞാൽ ആരോടും നമ്മൾ വഴക്കൊന്നും ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല.
നമ്മൾ നമ്മളുടേതായ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വരുത്താൻ പറ്റുന്നത്. പക്ഷേ സുവിശേഷത്തിന് വേറൊരു പണിയുണ്ട്. ഇത് നമ്മൾ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകില്ല. ഭാരതത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭാരതത്തിൻ്റെ മനസ്സാണ് നമ്മൾ കാണുന്നെങ്കിൽ ഒരു മതത്തിൻ്റെ പേരിൽ ഒരു മതത്തിൻ്റെ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെയാണ് നമ്മൾ യേശുവിനെ അറിയുന്നത്. യേശുവിനെ അറിയേണ്ടവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടാം വത്തിക്കാൻ സുനഹദോസിന് ശേഷം ഈ സുവിശേഷത്തെക്കുറിച്ച് സുവിശേഷത്തിൻ്റെ ഒരു മാനമാണ്. സുവിശേഷം പ്രഘോഷിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട മാനമാണ് MCAക്കാരെ ഏറ്റെടുക്കേണ്ടത്. എന്താ അറിയാം? ഇവഞ്ചലൈസേഷൻ ഓഫ് ദ കൾച്ചർ. ഇങ്ങനെ ഒരു വാക്ക് ശ്രദ്ധി. ഇവഞ്ചലൈസേഷൻ ഓഫ് ദ കൾച്ചർ. കൾച്ചർ എന്താ? സംസ്കാരം. സംസ്കാരത്തിന്റെ സുവിശേഷീകരണം എന്ന് വെച്ചാൽ ഇവർ ഈ ചിന്തിക്കുന്നത് അൾട്ടിമേറ്റ്ലി ശരിയാണോ? ശരിയാണ്. ഒരു മതത്തിന്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടാക്കിയാൽ പറ്റുമോ? ഉണ്ടാക്കിയാൽ അതാണോ അൾട്ടിമേറ്റ് എയിം? നമ്മൾ തന്നെ നോക്കിക്കേ, ഇവിടെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ക്രിസ്ത്യാനിയുടെ പേരിൽ ഒരു രാജ്യം ഉണ്ടാക്കിയാൽ ശരിയാണോ? അല്ല. അതെങ്ങനെ ശരിയാകുന്നേ? അത് ശരിയാകില്ല. അല്ലെങ്കിൽ ഒരു കുറെ റിച്വൽസിന്റെ ഒരു കൾച്ചറിന്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടാക്കിയാൽ എങ്ങനെ ശരിയാകുന്നത്? അതല്ല. നമ്മളിവിടെ ഉണ്ടാക്കേണ്ട രാജ്യം സത്യത്തിന്റെ പേരിലാണ് ഉണ്ടാക്കേണ്ടത്. സത്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു രാജ്യം ഉണ്ടാക്കേണ്ടത്. ഇത് ഇന്ന് 140 കോടി ജനമുള്ള ഇന്ന് ഭാരതത്തിലെ എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നില്ല. നമുക്ക് പോലും ഇത് മനസ്സിലാവുന്നതെന്ന് നമ്മൾ ഇതിന്റെ ഇൻഫ്ലുവൻസിലാണ് ഇവരീ ചിന്തിക്കുന്നത്. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഭയം വരുമ്പോഴത്തേക്ക് ഉടനെ നമ്മൾ വാളും പരിചയമൊക്കെ എടുത്തോണ്ടിറങ്ങും. എന്നാൽ ഇങ്ങനെ ഒന്ന് തടച്ചിട്ടേ ഉള്ളത്. അതല്ല എന്റെ ഭാഗം. അതല്ല ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച്. അതാണ് പത്രോസ് പറയുന്നത്, ശ്രദ്ധിച്ചോണം. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതിന്റെ അടുത്ത സ്റ്റേജിലോട്ട് നമ്മളെ കൊണ്ടുപോകും. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ ഇതുകൊണ്ടോ പരിശുദ്ധാത്മാവിന്റെ കൃപയിലെ ഈ ശക്തികളെ നമുക്ക് കാണാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന 16-ാമത്തെ വാക്യം പത്രോസ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡിപ്പിക്കപ്പെടുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. എന്തൊരു ഭാഷ! ഇതൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റുമോ? ഇത് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ കണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ജീവിതത്തെയും ലോകത്തെയും കണ്ട മനുഷ്യർ മീനിങ് ഇൻ ദർ ലൈഫ്. അർത്ഥവത്തായ ജീവിതം അവർ ജീവിച്ചു. അവർക്ക് ബാക്കി പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് എല്ലാം നഷ്ടപ്പെട്ടു, ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷെ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടില്ല. അവർ ഭയങ്കര ധൈര്യമാണ്. ഇനി അടുത്തൊരു ക്യാരക്ടറിനെ കൂടെ വെറുതെ ഒന്ന് പരിചയപ്പെടുത്തുക. ആരെന്നറിയാം? പൗലോസ്. ഇതിപ്പോ പത്രോസിന്റെ കാര്യമാണ്. പൗലോസ് ഇതിനെ നമ്മളെ കാട്ടി കെടുകെട്ടിയ മനുഷ്യനാണ്. പൗലോസ് എന്ന് പറയുന്ന ആ സമയത്ത് ഇസ്രായേലിനെ, അതായത് ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഫിലിപ്പിയർ ലേഖനത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഫിലിപ്പിയ എന്ന് പറയുന്ന സ്ഥലം ഗ്രീസിലുള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് പിന്നെ യൂറോപ്പ് മുഴുവൻ മാനസാന്തരപ്പെടുത്തി ക്രിസ്ത്യാനിറ്റി വന്ന് ഭവിക്കുന്നത്. അപ്പൊ അവിടെ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ എഴുതുന്ന കഥയായിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്ന വാക്യങ്ങൾ 5-ാം വാക്യം മുതൽ 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഉണ്ടോ? 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ്. അതിനർത്ഥം എന്താ പറയാൻ ശ്രമിക്കുന്നെങ്കിൽ പരിശോധന ചെയ്യുന്ന ആരായിരിക്കുന്ന അഭിപ്രായനായിരിക്കുന്ന പറയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളോട് എന്നോടൊന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഉറങ്ങിപ്പോകുന്നുള്ളൂ. അപ്പൊ ഇന്നലെ ആണെങ്കിൽ ഇതുപോലെ ഉച്ചയ്ക്ക് ഒരു സെക്ഷൻ എടുത്തു. അവർ നല്ലൊരു ഇത് പറഞ്ഞു, ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിരുന്നത്. അപ്പം സത്യത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഉറക്കം വന്നു, അവർക്ക് ഉറക്കം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നല്ലോ. അവർ ഉറങ്ങുന്നതാണോടാ ഞാൻ അവരോട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്താ ഉറങ്ങാത്തത്, നിങ്ങൾ എന്തായിരുന്നു ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, അച്ഛൻ പ്രസംഗിക്കുന്നതുകൊണ്ടാണ് അച്ഛൻ ഉറങ്ങാത്തത്. ഞങ്ങള് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ടോ ഉറങ്ങിപ്പോകുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും, ഉറങ്ങായിരിക്കാൻ നമുക്കൊരു കാര്യം ചെയ്താലോ, നിങ്ങൾ ഇങ്ങോട്ട് പോവാ, ഞാൻ അവിടെ പോയിരിക്കും. എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? കേൾക്കുന്നത് വെറുതെ കേട്ടോണ്ടിരുന്നാൽ ഉറക്കം വരും. ഇതിൻ്റെ കൂടെ സീരിയസ് ആയിട്ടൊന്ന് ആക്റ്റീവായിട്ടൊന്ന് ചിന്തിച്ചേ. ഞാനീ പറയുമ്പോൾ, ഞാൻ വർത്താനം പറയുമ്പോൾ എൻ്റെ മനസ്സ് ആക്റ്റീവാണ്. വിശകലനം ചെയ്തുകൊണ്ടാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഈ പ്രോസസ്സ് കേൾക്കുന്നവരോട് ചെയ്തില്ലെങ്കിൽ ഉറപ്പില്ല. മാത്രമല്ല രാവിലത്തെ മലങ്കര കുർബാന കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. മലങ്കര കുർബാന എന്ന് പറയുന്നത് വലിയൊരു അധ്വാനമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് കുഞ്ഞുകളി സാധനമാണ്, 10 മിനിറ്റ് തീരുന്ന സാധനമല്ലല്ലോ. നല്ല അധ്വാനമുള്ള സാധനം. പ്രഭാത പ്രാർത്ഥനയുടെ ഇവിടെ വരുന്നത്. അപ്പൊ അധ്വാനിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ അത് പേടിക്കണ്ട. ഇച്ചിരി ഗഹനമായിട്ടുള്ള കാര്യം, നിങ്ങളത് കൊച്ചു കാര്യം കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള മനുഷ്യരായതുകൊണ്ടാണ് ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ 8-ാം ദിവസം പരിച്ഛേദന ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രയേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ. കണ്ടോ, പാരമ്പര്യത്തിനൊരു ശകലം പോലും കുറവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഇന്ത്യയുടെ ഭാഷ പറഞ്ഞ നമ്മളിന്ന് പറയുന്നത് എന്താ, തോമസ് ലീഹ വന്നപ്പോൾ ആരെ മാമോദിസ മുക്കിന്ന പറയുന്നത്. നമ്മൾ ഈ പാരമ്പര്യത്തിന്റെ ആഢ്യത്വം പറയാൻ വേണ്ടി ആർക്കാണ് പറയുന്നത്? ബ്രാഹ്മണന്മാര്. അപ്പൊ നമ്മുടെ ഇതനുസരിച്ച് ബ്രാഹ്മണന്മാർ ആണോ ഇല്ലയോ എന്നതിന്റെ ചരിത്രം പിന്നെ നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും. അങ്ങനെ അവരെയാണോ മുക്കിയില്ലോ, അവിടെ കിടക്കുന്നതല്ല. പക്ഷെ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന അതാ. തോമസ് ലീഹയുടെ പാരമ്പര്യം പറയുമ്പോൾ ഈ ഇന്ത്യയിൽ അന്ന് ഏറ്റവും ശ്രേഷ്ഠമായി നിന്നിരുന്നാണ് ബ്രാഹ്മണൻ, ഏറ്റവും ഹയസ്റ്റ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പാരമ്പര്യം പറഞ്ഞാൽ, എന്നിട്ട് പിന്നീട് അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ പേര് പറയും. അപ്പൊ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന കുടുംബത്തിലാണ്. അപ്പൊ ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്നിട്ട് ചമ്മി പോകുന്ന മനുഷ്യരെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ വിചാരം ഇതെല്ലാവരും കേട്ടിട്ടുണ്ടെന്ന്. അതൊന്നും അല്ല കാര്യം. അതൊക്കെ അവിടെ ഉണ്ട്. അതിനെക്കാട്ടി റേഞ്ച് കൂടിയാണ് ഈ പൗലോസ് ഇപ്പം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ കൺക്ലൂഷൻ വരുന്നത് അവിടെയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 8-ാം ദിവസം പരിച്ഛേദന ചെയ്യപ്പെട്ടവനാണ് ഞാൻ. എന്ന് വെച്ചാൽ ഞാൻ ഒരു ഒറിജിനൽ എബ്രായനാണ്. ഇസ്രയേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ. കേട്ടോ, കൃത്യമായിട്ട് 12 ഗോത്രങ്ങളിൽ അത് കൃത്യമായിട്ട് അദ്ദേഹം പറയണം. ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരീസേയൻ. ഉണ്ടോ, ഫരീസേൻ എന്നൊക്കെ പറയുന്ന ആ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും വലിയ വിലമതിക്കപ്പെട്ടിരുന്ന. പക്ഷെ ഫരീസേനെ യേശു എടുത്തു വെച്ച് ചാമ്പി കൂട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഈ എല്ലാ ഫരീസേനും അതുപോലൊന്നുമല്ല. അവരൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്തു, ആഴത്തിൽ ചിന്തിക്കുന്നത്. ഈ മനുഷ്യന് അങ്ങനൊരു നന്മയുണ്ട്. ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരീസേൻ. ഇനിയാണ് താഴോട്ട് പറയുന്നത്, ശ്രദ്ധിച്ചോ. ഇത്രയും പാരമ്പര്യം അദ്ദേഹം നന്നായിട്ട് പറഞ്ഞിട്ട് പറയാൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ. ഏതിന്റെ തീക്ഷ്ണത കൊണ്ട്? ഈ പാരമ്പര്യത്തിന്റെ തീക്ഷ്ണത കൊണ്ട് പുതിയ ഒരു ജീവിത രീതി നയിച്ചു വന്ന മനുഷ്യരെ പീഡിപ്പിച്ചു ഞാൻ. അനുസരിച്ച് കുറവ്, അത് ആഭ്യന്തരത്തിന്റെ പ്രതിയാ. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഇത് തന്നെയില്ലയോ? മറുവശം നോക്കിക്കേ. അനേക നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പറഞ്ഞു വെക്കുന്ന ഭാരതത്തിലെ ഹൈന്ദവ പാരമ്പര്യമാണ് ഏറ്റവും ശക്തം. അതിനെ എതിർത്ത് മാനസാന്തരപ്പെടുത്തി ഇവിടെ വേറൊരു രാജ്യം കൊണ്ടിരുന്ന നിങ്ങളെ ഇനി ഞങ്ങൾ ഇവിടെ നിർത്തത്തില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നത്, അവർ പറയുന്നത് തെറ്റുണ്ടോ? കറക്റ്റാ. പക്ഷെ നമ്മൾ അതാണ് പറയാൻ ശ്രമിക്കുന്നത്. അവരൊരു രാജ്യം ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ മറുവശത്തോട് മറ്റൊരു രാജ്യമാണ് ഉണ്ടാക്കുന്നത്. അല്ല, ഇത് നമ്മൾ അവരോട് പറയണം. അവരോട് പറയും, ഞങ്ങൾ ഇതൊന്നും അല്ല പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ രാജ്യമൊന്നും ഇല്ലാതാക്കി കളഞ്ഞിട്ട് പുതിയ രാജ്യമൊന്നും ഉണ്ടാക്കാനൊന്നുമല്ല പോകുന്നത്. നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യം കുറെ കൂടി നന്നായിട്ട് ഉണ്ടാക്കാനാ പറയുന്നേ. ഈ ഭാഷ പിടികിട്ടുമോ? ഇതാ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് പറയണ്ടേ. ഇന്ന് BJP-ക്കാരോടും ബാക്കി എന്തെല്ലാം ആളുകളും ഉണ്ടോ, തീവ്രവാദ സ്വഭാവമുള്ളവരോട് എല്ലാവരോടും നമ്മൾ പറയണം, നീ ചിന്തിക്കുന്നത് അല്പം കൂടി പോളിഷ് ചെയ്യാനായിട്ട് നിന്നെ ഞാൻ സഹായിക്കാം. കാരണം അതിന്റെ കണ്ടന്റ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്റെ കണ്ടന്റ്. നീയും പറഞ്ഞത് ശരിയാ, നീയും സത്യത്തെ തേടിയാ പോകുന്നേ. ആര് പറഞ്ഞാലെന്ന്? നീയും സത്യത്തെ തേടിയ. വേണ്ട, ഏറ്റവും വലിയ കുംഭമേള ഇവിടെ നടന്നില്ലയോ? ഏറ്റവും കൂടുതൽ ഗ്യാതറിങ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാതറിങ് എന്നാണ്. നീ ചെയ്തോ? ആര് പറഞ്ഞത് തെറ്റാന്ന്? അത് ചെയ്തോ. പക്ഷേ അതിനെക്കാട്ടി കുറെ കൂടി ഹയർ, നീ അത് ചെയ്യുന്നതിന്റെ വെളിച്ചം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വെളിച്ചമോ നിനക്ക് ഞാൻ തരാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ? ഇതായിരുന്നു പൗലോസിന് പറ്റിയത്. പൗലോസ് ഇത് അതിന് ശത്രുക്കളാണെന്ന് വിചാരിച്ച് സഭയെ പീഡിപ്പിച്ചുകൊണ്ട് തീക്ഷ്ണതയായി ഞാൻ തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ. ഇപ്പം ധൈര്യമായിട്ട് പൗലോസ് പറയാ, അതുവരെ പറയത്തില്ലായിരുന്നു. പറയാൻ കാരണം എന്താ പറയുക? പൗലോസിന് ഇതിന് ക്ലാരിറ്റി കൃത്യമായിട്ട് കിട്ടിയെന്നുള്ളതാണ്. നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുന്നിൽ കുറ്റമില്ലാത്തവൻ.
നിയമത്തിന്റെ നീതിയുടെ മുന്നിൽ ഒരു ശകലം പോലും അവൻ ചെയ്തത് തെറ്റല്ല. അവൻ ചെയ്ത തെറ്റല്ല, കൃത്യമായിട്ട് ബുദ്ധി കൊണ്ട് അവൻ അത് പഠിച്ചു. എന്നാൽ എനിക്ക് ലഭിക്കാമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. കണ്ടോ, അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുക സാധനം, അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ആ നിയമത്തിന്റെ പേരിൽ കിട്ടാവുന്ന എല്ലാ ക്രെഡിറ്റും, അതുവഴി പോയാൽ എല്ലാ ക്രെഡിറ്റും കിട്ടാമെന്നിരുന്നത് ഞാൻ വേണ്ടെന്ന് വെച്ചു. ആരെ പ്രതി? ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ കഥ മാറി. ഇതാണ് ഇന്നിവിടെ MCA കൂടിയിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം. ഈ ഭാരതത്തിൽ എല്ലാവരെയും ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ സഹായിക്കണം. ഒന്നുകൂടെ അടിവരയിട്ട് പറയട്ടെ, ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ എല്ലാവരെയും സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതാണ്. അതിന് എന്തെല്ലാം മാർഗങ്ങൾ MCA കണ്ടെത്താമോ? ചെയ്തു. ഇല്ലെങ്കിൽ യേശുവിനുണ്ടായ ഒന്നാം പ്രലോഭനത്തിൽ, അത് യേശു അതിനെ തടയിട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ല എങ്കിൽ ആ ഒന്നാം പ്രലോഭനത്തിൽ ഒരു പരിധി വരെ നമ്മളൊക്കെ പെട്ടിരിക്കുക. എന്താണെന്നറിയാം, യേശുവിന്റെ ഒന്നാം പ്രലോഭനം എന്തായിരുന്നു? സത്താൻ വന്നിട്ട് എന്താ പറയുക? നീ ദൈവത്തിനാ, നീ എന്ത് ചെയ്യണം? കല്ലുകളെ അപ്പോ. അതിനകത്ത് ഒന്നാം പ്രലോഭനത്തിന്റെ ഏറ്റവും അപകടം പിടിച്ച സ്ഥലം അതാണ്. നമ്മൾ പറയുന്നത് കല്ലപ്പമാക്കാൻ. അപ്പൊ അത് ഷോർട്ട് കട്ടൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ അതല്ല, അത് ഉണ്ട്. MCAക്ക് വന്ന പ്രലോഭനം ഞാൻ എന്താന്ന് പറയാം, ഞാനും ഇതിനകത്ത് ചേർന്ന് നിൽക്കുന്ന ആളായതുകൊണ്ട് ഈ യേശുവിനോട് പറഞ്ഞതാണ് കല്ല് അപ്പമാക്കാൻ. മരുഭൂമിയിൽ ഇഷ്ടം പോലെ കല്ല് കിടപ്പുണ്ട്, അതെല്ലാം അപ്പമാക്കാമെങ്കിൽ ഇതെല്ലാം ആർക്ക് ഗുണം വരും? പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കണം. യേശു ജീവിച്ചിരുന്ന കാലത്ത് ഇസ്രായേൽ ജനത്തിൽ തന്നെ ഇഷ്ടം പോലെ പട്ടിണി പാവങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ശരിക്കും പട്ടിണി അനുഭവിച്ചുകൊണ്ടിരുന്ന കാലം. ആ സമയത്താണ് സാത്താൻ ഇത് വന്ന് പറയുന്നത്, നീ ഈ കല്ലെല്ലാം അപ്പം ആക്കി കൊടുക്ക്. അപ്പം നല്ലതായിട്ട് അവരെ എല്ലാം തീറ്റി പോറ്റാമല്ലോ. മനുഷ്യന് അടിസ്ഥാനം വേണ്ടിയ സാധനമില്ലേ? ഭക്ഷണം കഴിച്ചിട്ടല്ല ബാക്കിയൊക്കെ കാര്യം നടക്കത്തുള്ളൂ. വിശന്നിരുന്നാൽ പ്രാർത്ഥിക്കാൻ തോന്നുമോ? വിശന്നിരുന്നാൽ സ്നേഹിക്കാൻ തോന്നുമോ? ഒന്നുമില്ല. വിശപ്പ് മാറിയാലേ കഥ മാറത്തുള്ളൂ ജീവിതത്തിൽ. അപ്പൊ അടിസ്ഥാനപരമായിട്ട് വിശപ്പ് മാറ്റണം. അവൻ അതേ പറഞ്ഞുള്ളൂ. യേശുവിന് വേണമെങ്കിൽ അത് ചെയ്യായിരുന്നു. എന്നിട്ട് ചുരുക്കത്തിൽ സാത്താൻ എങ്ങോട്ടാ ഇയാളെ ആകർഷിച്ചെന്നറിയാം? ഇന്ന് നമ്മളുടെ ഇടയ്ക്കുള്ള ആകർഷണമാണ്. സോഷ്യൽ സർവീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്ന ഒരാൾക്ക് നല്ല മാർക്കറ്റ് ഇല്ല. ശരിയാണോ? അതുകൊണ്ട് നമ്മള് പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ? പാവങ്ങളെ സഹായിക്കുന്ന അതിനെക്കാട്ടിൽ കൂടുതൽ എൻ്റെ മാർക്കറ്റിനാണ് എനിക്ക് പ്രാധാന്യം. ഈ സാധനം സോഷ്യൽ മീഡിയ ആയിക്കൂടെ അനേക ലൈക്കുകൾ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അതിനാണ് എൻ്റെ ലക്ഷ്യം. അതിന് ഞാൻ പാവങ്ങളെ സഹായിക്കും. എന്താ കുഴപ്പം? ഈ ഒരു ആകർഷണം അറിയാതെ, ഈ ഒരു പ്രലോഭനം അറിയാതെ MCAക്ക് വന്ന് കയറാൻ സാധ്യത കൂടുതലാണ്. കുറച്ചൊക്കെ വന്ന് കയറും. അതുകൊണ്ട് നോക്കിക്കോ, നമ്മൾ മീറ്റിംഗ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മിഷൻ നടത്തുക എന്ന് പറയുന്നത്, സുവിശേഷം പ്രഘോഷിക്കുക എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം എവിടെ കൊണ്ടൊക്കെ നിർത്തും? ഈ സോഷ്യൽ സർവീസിന്റെ ലെവലിൽ കൊണ്ടൊക്കെ നിർത്തും. ഇതൊരു പ്രലോഭനമാണ്. അങ്ങനെ നമ്മൾ ഈ പ്രലോഭനത്തെ ഓവർകം ചെയ്യാൻ ഒറ്റ വാചകം പറഞ്ഞാൽ മതി. എന്താ പറയേണ്ടത്? യേശു ഈ പ്രലോഭനത്തെ ബ്ലോക്ക് ചെയ്തത് എന്ത് പറഞ്ഞുണ്ടാകും? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് വചനവചന ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുക. ദൈവത്തിന്റെ വചനം വരുന്നത് ദൈവത്തിന്റെ മനസ്സിൽ നിന്നാണ്. ദൈവത്തിന്റെ മനസ്സാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ ഞാനും നിങ്ങളുടെ MCA എന്ന് ജീവിക്കേണ്ടത്, മലങ്കര കത്തോലിക്ക സഭയിലെ MCAയുടെ അടിസ്ഥാനം കിടക്കേണ്ടത് ദൈവത്തിന്റെ മനസ്സാണ്. അതായി വചനവർഷം പറയുന്നത്. പൗലോസ് ഈ ദൈവത്തിന്റെ മനസ്സ് കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്തു? ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. അവിടെ സോഷ്യൽ സർവീസ് നിർത്തണമെന്നല്ല, അത് അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ റിഫ്ലക്ഷനാണ്. ദൈവത്തിൻ്റെ മനസ്സറിയുന്നവരുടെ സ്വാഭാവിക റിഫ്ലക്ഷനാണ് എൻ്റെ കൂടുള്ളവരെ കരുതുക എന്നത്. അതാണ് സോഷ്യൽ സർവീസ്. ഇവ മാത്രമല്ല, ഇനി ഞാനതൊക്കെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം. കേട്ടണം, ഇതാണ് നമ്മൾ അടുത്ത ഡെപ്തായിട്ട് വചനവർഷത്തിൽ നമ്മൾ ഈ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ
സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ആരുടെ അനുഭവം പറയുന്നത്? നിയമമെല്ലാം പഠിച്ച് സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിന്ന ഒരു മനുഷ്യന്റെ കാര്യമാണ്. പാരമ്പര്യത്തിന്റെ ബലമുണ്ടായിരുന്നു, ജ്ഞാനത്തിന്റെ ബലമുണ്ടായിരുന്നു, നിയമത്തിന്റെ ബലമുണ്ടായിരുന്നു, ജീവിതത്തിൽ നിയമം പാലിക്കുന്നതിന്റെ ഒത്തന്റിസിറ്റി ഉണ്ടായിരുന്നു. ഇത്രയും ക്ലാരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ഈ പറയുന്നത്. ഇതെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ, ഒരു വേസ്റ്റ് പോലെ ഞാൻ കളയുകയാണ്. ആരെ പ്രതി? യേശുവിനെ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിനെ പ്രതിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ത്രെട്ടായിരിക്കുന്നത്, ക്രിസ്തുവിനെ പ്രതിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുന്നോട്ട് കൊണ്ടുവന്നു. ഇതൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് പറഞ്ഞിട്ട് ഈ വചനവർഷത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഇത് നിങ്ങൾ പലയിടത്ത് കേട്ടു. ഇന്ന് ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ജിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. വചനവർഷം കൊണ്ട് എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? വചനവർഷം കൊണ്ട് ഈ യേശു ആരാണെന്ന് പിടികിട്ടാനായിട്ട് ഈ പ്രിന്റഡ് മാറ്റർ, ഈ ബൈബിള് നമ്മൾ പറയുന്ന ഈ വചനം, ഇതിനെ നമ്മൾ കുറെ കൂടെ ഒന്ന് അടുത്ത് പഠിക്കുക. ഇതിൻ്റെ വായന വഴി, ഇത് കാണാൻ പഠിക്കുന്ന വഴി, ഇതിൻ്റെ ശാസ്ത്രം പഠിക്കുന്നത് വഴി നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ആഴത്തിൽ പിടിക്കാനായിട്ട് പോവുക. അപ്പം ഞാൻ ഇന്ന് ഷോർട്ടായിട്ട് ഇനി അങ്ങ് പറഞ്ഞു വയ്ക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഡെപ്ത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇതാണ്. യേശുവിനെ സംശയിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ പലയിടത്ത് ഷെയർ ചെയ്തു. ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മളുടെ തന്നെ ഒരു മകനെ കൺഫ്രണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ കുറച്ചുകൂടെ വിശ്വാസത്തിലൂടെ നാടുപെട്ടു. അവൻ വന്ന് ചോദ്യമില്ല എന്നുവെച്ചാൽ ഇസ്ലാം മതവിശ്വാസം ഇന്ന് എന്നെ കുറെ കൂടി ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് കാരണം എന്താ? ഖുറാനിൽ അവൻ ഖുറാൻ കോട്ട് ചെയ്തോളാം. ഖുറാനും ബൈബിളും കൂടെ എടുത്തിട്ട് 5-6 ബൈബിളും കൊണ്ടുവന്നു, പല വെർഷൻസ്, ബൈബിളിൻ്റെ പല വെർഷൻസ് കൊണ്ടുവന്നു, ഖുറാൻ ഒരെണ്ണം കൊണ്ടുവന്നു. ഇത് രണ്ടും കൂടെ ഇവിടെ തന്നെ നെസറയിൽ തന്നെ ആവുമ്പോൾ എൻ്റെ അടുത്ത് ഒരു 5-6 ആഴ്ച അടുപ്പിച്ച് വന്നു. ഇപ്പം അവന് അത് കഴിഞ്ഞ് അതിൻ്റെ പഠനങ്ങൾ നടത്തിക്കൊണ്ട് ഞാൻ അവനൊരു കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഇതൊക്കെ നീ കണ്ടുപിടിച്ചോണ്ട് പോ, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റേജ് സംസാരിക്കാം. അപ്പോൾ അവൻ അതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വരും. ഇത്രയേ ഉള്ളൂ. അവൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അള്ളാഹയാണ് ദൈവം, അള്ളാഹയെ ആരാധിക്കണം. അതേ സ്ഥലത്ത് ബൈബിളിൽ യേശുവിനെ ദൈവമായിട്ടാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. എന്നാൽ ബൈബിളിൽ എങ്ങും പറയുന്നില്ലല്ലോ യേശു ദൈവമാണ്. യേശു തന്നെ പറയുന്നുണ്ടോ ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന്? എങ്ങും പറയുന്നില്ല. അതാണ് അവൻ്റെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം കേട്ടോ. അതിൻ്റെ രണ്ടാമത്തെ പ്രശ്നം ഇതാണ്. നമ്മൾ കത്തോലിക്ക വിശ്വാസത്തിൽ നമ്മൾ കൃത്യമായിട്ട് തൃത്വത്തിലാണ് വിശ്വസിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അന്നല്ലോ തൃത്വത്തിലാണ് വിശ്വസിക്കുന്നത്. ബൈബിളിൽ എവിടെയെങ്കിലും തൃത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്? ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ട്രിനിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ? അടുത്ത പ്രശ്നം. അതിനടുത്ത പ്രശ്നം, ബൈബിളിൽ ഉടനീളം കൊഹേറൻസ് എന്ന് വെച്ചാൽ ഒരു ലോജിക്കൽ കണക്ഷൻ ഇല്ലാത്ത പോലെ. അതുപോലെ അതിനകത്ത് ഒത്തിരി വൈരുദ്ധ്യങ്ങളുണ്ട്. വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിടിയിട്ടില്ലോ, കോൺട്രഡിക്ഷൻസ്. ഒരിടത്തൊന്ന് പറയുന്നു, വേറൊരിടത്ത് അതേ സംഭവത്തിന് വേറെ രീതിയിൽ അവതരിപ്പിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് പ്രലോഭനങ്ങൾ. മത്തായി ശ്ലീഹായുടെ പ്രലോഭനങ്ങളുടെ മൂന്ന് പ്രലോഭനങ്ങളിൽ യേശുവിനുണ്ടായിരുന്നു. ലൂക്കോസ് വിശേഷത്തിൽ വരുമ്പോഴത്തേന് ആ പ്രലോഭനങ്ങളുടെ ഓർഡർ അങ്ങ് മാറുക. അപ്പൊ ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ. അതുപോലെ ഒന്ന് ചില സുവിശേഷങ്ങളിൽ ചിലത് പറയുന്നു, ചിലയിടത്തൊന്നും പറയുന്നില്ല. ആ വിഷയം ചിലയിടത്ത് ഉപയോഗിക്കുന്നില്ല. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള കോൺട്രഡിക്ഷൻസ്. പഴയ നിയമം തന്നെ കോൺട്രഡിക്ഷൻസ്. പുതിയ നിയമത്തിൽ തന്നെ. അപ്പൊ ഇങ്ങനെ 3 പ്രശ്നങ്ങൾ ഇവന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് ഇവൻ ചോദിക്കുന്ന ഒരു കൺക്ലൂഷൻ ഇതാണ്. അവൻ ചോദിക്കുന്നത് ഇസ്ലാം വിശ്വാസത്തിന്റെ അടിസ്ഥാനം കിടക്കുന്നത് അവരുടെ സ്ക്രിപ്ചറാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം കിടക്കുന്നതും ക്രിസ്ത്യാനികളുടെ സ്ക്രിപ്ചറാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം വിശ്വാസത്തിന്റെ സ്ക്രിപ്ചറിൽ കുറെ കൂടി ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ അടിസ്ഥാനം കിടക്കുന്ന ഒരു മതത്തിൽ, എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സ്ക്രിപ്ചർ, അതിന്റെ അടിസ്ഥാനം കിടക്കുന്ന സ്ക്രിപ്ചർ ഇത്രയും കോൺട്രഡിക്ഷൻസ് ഉള്ളതിൽ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നത്? അപ്പൊ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുന്നോ ഇസ്ലാം മതവിശ്വാസിയായിട്ട് പോകണം? ഇതായിരുന്നു എൻ്റെ വിഷയം.
അതാണ് ആദ്യം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾ നമ്മളെല്ലാം വിശ്വസിക്കണം. ഒപ്പം തന്നെ നമ്മുടെ മക്കളെയും വരുന്ന തലമുറയും പഠിപ്പിക്കണം. ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് ഖുർആനിലാണ്, തെറ്റില്ല, ആ ചിന്ത തെറ്റില്ല. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് ബൈബിളിലല്ല. ഒന്നുകൂടെ എടുത്തു പറയട്ടെ, ബൈബിളിലല്ല, സ്ക്രിപ്ചറിലല്ല നമ്മുടെ വിശ്വാസ അടിസ്ഥാനം കിടക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പൗലോസും പത്രോസും ഇപ്പൊ പറഞ്ഞത് ആരിലാ കിടക്കുന്നത്? യേശുവിലാ കിടക്കുന്നത്. മറക്കരുത്, യേശുവിലാ കിടക്കുന്നത്. യേശുവിലതിന്റെ അടിസ്ഥാനം കിടക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ എൻ്റെ വിശ്വാസം നിലനിർത്തേണ്ടത്. ഇവിടെയാണ് വചനവർഷത്തിന്റെ പ്രാധാന്യം കിടക്കുന്നത്. ഈ യേശുവിനോടുള്ള ബന്ധത്തിൽ എൻ്റെ വിശ്വാസം അടിസ്ഥാനപ്പെടുത്തി നിർത്തണമെങ്കിൽ ഈ യേശുവിനെ എങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു? അവിടെയാണ് നമ്മളുടെ ഏറ്റവും ബ്യൂട്ടി. ഈ യേശുവിനെ മനസ്സിലാക്കുന്ന മാർഗങ്ങളിൽ ഏറ്റവും നല്ല ഒരു മാർഗമാണിത്. അതുപോലെ അനേക മാർഗങ്ങളുണ്ട് നമുക്ക് സഭയ്ക്ക്, അനേക മാർഗം. അതൊന്ന് ഷോർട്ടായിട്ടൊന്ന് പറയാം. അപ്പം യേശു എന്ന സത്യം, ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ സത്യം ഇന്ന് നമ്മൾ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് പല യൂണിറ്റ്സിനെ ഒന്നിച്ചു ചേർത്ത്. അതെങ്ങനെ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ശരീരം കാണാം, ഞാൻ മുന്നോട്ട് അടുത്ത് വരിക, എൻ്റെ ശരീരത്തിൽ ഒന്ന് തൊടാം. തൊട്ടു, എവിടെ തൊട്ടെ? കയ്യില തൊട്ടെ. ശരീരത്തെ തൊട്ടോ? ഇല്ല, കയ്യില തൊട്ടോ. എവിടെ തൊട്ടാലും എവിടെ തൊടാൻ പറ്റത്തുള്ളൂ? ഒരു അവയവത്തിലെ തൊടാൻ പറ്റത്തുള്ളൂ. സൂക്ഷിച്ചു നോക്കിയാൽ അവയവങ്ങളെ കാണത്തുള്ളൂ. ശരീരം കാണോ? ഇല്ല. ഈ ശരീരം എന്ന് പറയുന്ന എക്സിസ്റ്റൻസ് എന്തോ? അപ്പം ശരീരം എന്ന് പറയുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റി ഉണ്ടോ? അപ്പം അങ്ങനെ എനിക്ക് ഇല്ല. നമ്മൾ കാട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചോണ്ടല്ലോ. വനം ഫോറസ്റ്റ് കണ്ടിട്ടുണ്ടോ? സൂക്ഷിച്ചു നോക്കിയാൽ എന്തേ കാണാൻ പറ്റത്തുള്ളൂ? മരമേ കാണാൻ. വനം അവിടെ ഇല്ല. എന്ന് വെച്ചാൽ വനം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ശരീരം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അബ്സ്ട്രാക്റ്റാണ്, ട്രാൻസ് ആണ്. എന്ന് വെച്ചാൽ അല്പം കൂടി ഉയർന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ശരീരത്തെ കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവയവത്തെ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണ് എന്നെ കേട്ടോണ്ടിരിക്കുന്ന കുറച്ച് യുവജനങ്ങളും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. എന്താണെന്ന് അറിയാം, ഒരു അപകടം കിടക്കും. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പഠിക്കുന്ന പ്രതലം, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന ഒരു സാധനമായിട്ട് മാറി AI. ശരിയാണോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് മാറി. അതാണ് നമ്മൾ ഇന്നത്തെ എൻ്റെ നോളജിന് വേണ്ടി ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ഉപയോഗിച്ചു, ചെറുതായിട്ട് ഉപയോഗിച്ചു, അതിൽ കൂടുതൽ ഉപയോഗിക്കരുത്. എന്താ കാര്യം എന്ന് പറയുമ്പോൾ അവിടെയാണ് എൻ്റെ വിഷയം. ഇത് ഉപയോഗിക്കേണ്ട പ്രശ്നം എന്നറിയാം. AI ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ബേസ് ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്തുവാ? അല്ലെങ്കിൽ AI എവിടെ ബേസ് ചെയ്തിരിക്കുന്നത്? ആർക്ക് പറയാം? നിങ്ങളെല്ലാം ഇതിനകത്ത് കമ്പ്യൂട്ടർ ലോകത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരില്ല, AI ഉപയോഗിക്കുന്നുണ്ട് മെഡിക്കൽ സയൻസിലെല്ലാം. എന്തിനാ? പ്രോഗ്രാമിങ്. ആ പ്രോഗ്രാം എവിടെ നിന്ന് കിട്ടി? അതിന്റെ ഐഡിയ. ഉദാഹരണത്തിന് AI ഉപയോഗിക്കുന്നതാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. നമ്മൾ പണ്ട് കൊച്ചിലെ സ്കൂളിൽ പഠിച്ചതാണ്. അമ്മമാരൊക്കെ മക്കളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ 1, 2, 3, 4, 5 നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പറയുമ്പോൾ എന്തോ? 1, 2, 3, 4, 5, 1. ഒരു കോമ്പിനേഷൻ ആയാലും അടുത്ത കോമ്പിനേഷൻ 1, 3, 5, 2, 4, 1 ഉണ്ടോ? അങ്ങനെ ഒരു കോമ്പിനേഷൻ. അതുപോലെ തന്നെ 2, 4 അങ്ങനെ പല രീതിയിലുള്ള കോമ്പിനേഷൻസ് വരുന്നത്. ഇതാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻസ് ഇങ്ങനെ അതിനകത്ത് കൊടുക്കുന്ന AIക്ക് കൊടുക്കുന്ന ഇൻഫർമേഷനെ ഇവർ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് വെച്ച് നമുക്ക് അതിന്റെ പ്രോഡക്റ്റ്, അപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചാൽ മറുപടി കിട്ടും. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ്, ഒരു കാര്യം എന്നൊക്കെ തരാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ബേസാണ്. ഈ ബേസ് അവർക്ക് എവിടുന്ന് കിട്ടി? ശ്രദ്ധിച്ചോളെ, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചോണേ. ഇത് ആരാ ഉണ്ടാക്കിയത്? മനുഷ്യനുണ്ടാക്കി. അപ്പൊ മനുഷ്യനുണ്ടാക്കിയപ്പോ മനുഷ്യന്റെ ബുദ്ധി അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതാ കാര്യം. അപ്പൊ AI is based on human intelligence. HI മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ച്. അല്ലെങ്കിൽ അബദ്ധം പറ്റും ജീവിക്കുമ്പോൾ യൂത്ത്. ശ്രദ്ധിച്ചോ, AI is based on human intelligence. ഓക്കെ, അടുത്ത ശ്രദ്ധിച്ചോ. ഇവിടെയാണ് നമ്മൾ അടുത്ത ബേസിലേക്ക് പോകുന്നത്. Where is HI based human intelligence എവിടെ ബേസ് ചെയ്തേക്കുന്നത്?
ബ്രെയിൻ അതല്ലേ അവിടെ നമ്മുടെ ഇന്റലിജൻസ് കിടക്കുന്നത്. അതെവിടെ ബേസ് ചെയ്തേക്കുന്നത്? ഇത് എവിടുന്ന് കിട്ടി? ഇങ്ങനെ ഒരു ഇന്റലിജൻസ് എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടി? കൊച്ചു പിള്ളേരുടെ ഭാഷ പറഞ്ഞ നമ്മളെ ആരാ സൃഷ്ടിച്ചത്? ഇത് വലിയവരുടെ ഭാഷയാണ്. ഇത് നിസ്സാരമായിട്ട് പറയരുത്. ദൈവം സൃഷ്ടിച്ച. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റലിജൻസ് എവിടെ നിന്ന് കിട്ടി? എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടി. അതിനെ ഞാൻ ഇങ്ങനെ ഒരു പേരിടാൻ പോവാണ്, ഡിവൈൻ ഇന്റലിജൻസ്. കേട്ടോ? ഇല്ലല്ലോ. അപ്പൊ ഹ്യൂമൻ ഇന്റലിജൻസ് ഷുഡ് ബി because it should be based on divine intelligence. അപ്പൊ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ സപ്പോർട്ടേ എടുക്കാവുള്ളൂ, AI-യുടെ സപ്പോർട്ടേ എടുക്കാവുള്ളൂ. അതിനെ കൊണ്ട് ബേസ് ചെയ്ത് അതിനെ ആശ്രയിക്കരുത്. പിടിയോ? ഞാൻ ആശ്രയിക്കേണ്ടത് ആരെയാ? എന്റെ കർത്താവിനെയാണ്. കർത്താവിന്റെ ബുദ്ധിയെ ആശ്രയിക്കേണ്ടത്. അതാണ് ദൈവത്തിന്റെ മനസ്സ്. The word of God, His mind. അതുകൊണ്ട് എന്താണെന്ന് അറിയാം, ഈ AI കാട്ടി ഹ്യൂമൻ ഇന്റലിജൻസിന് എന്തൊക്കെ കൂടുതലുണ്ട്. ആ കൂടുതലുണ്ടെന്ന് അറിയുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ബ്യൂട്ടി അറിയുന്നത്. അതേപോലെ ആശ്രയിക്കത്തില്ല, ഉപയോഗിച്ചോണം സാർ, കുഴപ്പമൊന്നുമില്ല സപ്പോർട്ടിന് വേണ്ടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കാട്ടി കൂടുതൽ നമുക്ക് എന്തുണ്ട്? സിമ്പിൾ ആയിട്ട് പറഞ്ഞേ, എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം. എന്നെക്കാട്ടി കൂടുതൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇൻഫോംഡ് എനിക്കറിയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കാട്ടി ഹ്യൂമൻ ഇന്റലിജൻസിനകത്ത് എക്സ്ട്രാ എന്തുണ്ട്? ചലിക്കാൻ പറ്റും. അതും ചലിപ്പിക്കുന്നുണ്ട്. റോബോട്ട്സിനെയൊക്കെ ചലിപ്പിക്കുന്നുണ്ട്. നടക്കും. അയ്യോ, ഇന്ന് നാണ്ട് ഹോസ്പിറ്റലിലായി, റെസ്റ്റോറൻറ്റ്സിലായി, കൗൺസിലിങ്ങിന് ഉപയോഗിച്ച് തുടങ്ങി. ഇനി മാത്രമല്ല, അവർ ചിരിക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതല്ല അതിങ്ങനെ ചിന്തിച്ചാൽ മതി. അവരുടെ നെർവസ് സിസ്റ്റത്തിന് ഇച്ചിരി പ്രശ്നം വന്നു എന്ന് ചിന്തിച്ചു. ഓക്കെ, അത് വേണം. വെരി ഗുഡ്. ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ, ഞാൻ ഈ പറയുന്നത് ചിന്തിച്ചേ. ഞാൻ ഇപ്പൊ തന്നെ പറയുന്നത്, ചിരി വരുന്നത് എവിടുന്നാണ്? മനസ്സിനാണ്. ഇമോഷൻസ് ഹ്യൂമൻ ബീങ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഇന്റലിജൻസി കിടക്കുന്ന ഒരു വലിയ ഫാക്ടറാണ്. ഇമോഷൻസ്, ഫീലിങ്സ്. ഓക്കെ, ഇതാണ് ബേസ് കിടക്കുന്നത്. ഇമോഷൻസ്, ഫീലിങ്സ് AI-ക്ക് പറ്റില്ല, വലിയ പാടാണ്. അവരതിന്റെ എക്സ്പ്രഷൻസേ കാണിക്കുന്നുള്ളൂ. നമുക്ക് വരുന്ന സ്പോണ്ടേനിയസ് ഇമോഷൻസ്, ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ ഉള്ള ഇമോഷൻ ആണോ എനിക്ക് വെറുപ്പുള്ള ഒരാളെ കാണുമ്പോൾ? അത് ഞാൻ ഇങ്ങനെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നടത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഹാപ്പൻസ് സ്പോണ്ടേനിയസ്ലി, ഇല്ലയോ? അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കിക്കേ, നമ്മുടെ ഈ ചിത്രങ്ങളെല്ലാം നോക്കിക്കേ. ഇത് കണ്ടിട്ട് ഇമ്മീഡിയറ്റ്ലി വരുന്ന എക്സ്പ്രഷൻ എന്തോ നമ്മളുടെ, അയ്യേ ഇത് കൊള്ളത്തില്ലെന്നാണോ, നന്നായിരിക്കുന്നു. അങ്ങനെ ഒരു ചിത്രം കണ്ടിട്ട് നന്നായിരിക്കുന്നു എന്ന് നമുക്ക് പറയുന്ന ആ കാര്യം, അതിന്റെ ബേസ് എന്തോ? സൗന്ദര്യം ആസ്വദിക്കാനുള്ള മനുഷ്യന്റെ കഴിവ് ഉണ്ടോ? ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന എസ്തെറ്റിക് സെൻസ്. ഒരു കാര്യത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള മനുഷ്യന്റെ കഴിവിന് പറയുന്നത് എസ്തെറ്റിക് സെൻസ്. ഇത് ഹ്യൂമൻ ഇന്റലിജൻസിൽ ദൈവം ഇട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ലിറ്ററേച്ചറിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നത്, ഒരു കവിതയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നത്, ഒരു പ്രസംഗത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നത്, ഒരു മനുഷ്യന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ, ബന്ധങ്ങളുടെ സൗന്ദര്യം. അടുത്ത സ്റ്റേജ് കൂടുക, ബന്ധങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നത്. ഇതിനെല്ലാം ഒരു സൗന്ദര്യം മോളിൽ കിടന്നു ഈ പ്രപഞ്ചത്തിൽ. ഇത് ആസ്വദിക്കാൻ പറ്റുന്ന മനുഷ്യന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സൃഷ്ടിക്കും ഉണ്ടായിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇത് പറ്റില്ല. നമ്മളുടെ കാരണം എന്താ? നമുക്ക് തന്നെ നോക്കിക്കേ, എനിക്ക് സൗന്ദര്യമുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചേ, എന്നെ കണ്ടാൽ ഞാൻ നല്ല സുന്ദരനാണ്, പക്ഷെ എന്റെ സൗന്ദര്യം എന്ത് ചെയ്യും? എവിടെ കിടക്കുന്നേ? എന്റെ സൗന്ദര്യം എന്ത് ചെയ്യും? എവിടെ കിടക്കുന്നേ? എന്റെ സൗന്ദര്യം എവിടാന്ന് പറഞ്ഞേ, ഒന്ന് പറയാൻ ശ്രമിച്ചേ. എവിടെ? എന്റെ മനസ്സ് കണ്ടോ? കാണപ്പെടാത്ത സാധനത്തെ നോക്കിയിട്ട് ഉണ്ടെന്ന് പറയുന്നത് എന്റെ ഫേസില്. ഓക്കെ, പിന്നെ വേറെ എക്സ്പ്രഷൻസ്. വെരി ഗുഡ്. വാക്കുകളിൽ, സ്വഭാവത്തിൽ. എന്നാ ഞാൻ പറയട്ടെ, എന്റെ സൗന്ദര്യം ഇതിലൊന്നുമല്ല കിടക്കുന്നത്. എന്റെ സൗന്ദര്യം
നിങ്ങളുടെ കണ്ണുകളിലാണ് കിടക്കുന്നത്. നിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു അനുസരിച്ചാ. ശരിയാണോ? അതാ നിങ്ങളിപ്പോ ഇച്ചിരി പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലര് ഭാഷയിൽ കിടക്കുന്നു, ചിലര് മുഖത്ത് കിടക്കുന്നു എന്ന് പറയുന്നു, ചിലർ സ്വഭാവത്തിൽ കിടക്കുന്നു എന്ന് പറയുന്നുണ്ടോ, ചിലർ എക്സ്പ്രഷൻസിൽ കിടക്കുന്നു, എന്റെ ശബ്ദത്തിൽ കിടക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ തോന്നല, എന്റെ അല്ല. അപ്പൊ നിങ്ങളുടെ സൗന്ദര്യ ആസ്വാദനം, ഒരു കാര്യത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള കപ്പാസിറ്റി കിടക്കുന്നത് എന്റെ ഉള്ളിലാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ യുവർ ഇന്റലിജൻസ്. അതാ ഹ്യൂമൻ ഇന്റലിജൻസ്. ഇങ്ങനെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എത്ര ശ്രേഷ്ഠമാണ്. ഇനി ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലോട്ട് പോയേ, നിങ്ങളെല്ലാം സ്നേഹിക്കുന്നവരല്ലേ? സ്നേഹം എന്ന സത്യം ശരിക്കും ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു, ഒരു ചുംബനം കൊടുക്കുന്നു, ഒരു ആലിംഗനം കൊടുക്കുന്നു, ഒരാളെ സഹായിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ ഈ കൂട്ടായ്മ സ്നേഹത്തിന്റെ ഒരു എക്സ്പ്രഷനാണ്. നിങ്ങൾ യേശുവിനെ, സഭയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, യേശുവിന്റെ ഭൗതിക ശരീരത്തെ സ്നേഹിക്കുന്നുണ്ട് അവിടെ വന്നിരിക്കുന്നത്. ചിലരൊക്കെ ഇത് കൈമുട്ടാഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത് അച്ഛന്റെ ടെക്നിക്കാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ തോന്നി, എന്തിനും ഇറങ്ങിപ്പോയ അച്ഛൻ വല്ല നിങ്ങളുടെ കൈത്തെ പിടിക്കും, ഒന്നുമില്ലല്ലോ. അതിനപ്പുറത്ത് ഇങ്ങനെ റിസ്ട്രിക്ഷൻ വന്ന് ഇരിക്കുന്നതിന് നിങ്ങൾക്കൊരു കാരണമുണ്ട്. ആ കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. അത് ചിലപ്പോൾ ഒരു പക്ഷേ പിയർ പ്രഷർ ആയിരിക്കും, നമ്മുടെ സൊസൈറ്റിയുടെ പ്രഷറായിരിക്കും. ഞാൻ ഇതിനകത്ത് ഇറങ്ങിപ്പോയാൽ നാളെ ഞാൻ ഇതിനകത്തേക്ക് വന്ന് കയറേണ്ടത്, എൻ്റെ കൂടെ ഉള്ളവർ എന്ത് വിചാരിക്കും എന്നുമാകട്ടെ. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വീണ്ടും ഞാൻ പറയുന്നു, ഒന്നുമല്ലേ, ഞാൻ ഈ സഭയുടെ മെമ്പർ അല്ലയോ, ഈ ഇടവകയുടെ മെമ്പർ അല്ലേ, ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത്. ദാറ്റ് മീൻസ് നൗ യു ആർ യൂസിങ് അബ്സ്ട്രാക്ട് റിയാലിറ്റി. അങ്ങനെ ഒരു സത്യമുണ്ട്. സ്നേഹം ഇസ് ആൻ അബ്സ്ട്രാക്ട് റിയാലിറ്റി. ഇവിടെ നിങ്ങൾ ഇരിക്കുന്നത് നിയമത്തിന്റെ പ്രഷറിലല്ല, ഒരു ബന്ധത്തിന്റെ പ്രഷറിലാണ്. കൂടുള്ളവരുടെ ബന്ധമായിരിക്കാം, ആ വികാരി അച്ഛനോടുള്ള ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ സഭയിൽ ഞാൻ നിൽക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചുള്ള ബന്ധമായിരിക്കാം. എന്ന് വെച്ചാൽ ഇതെനിക്ക് കാണപ്പെടുന്നതല്ല, കാണപ്പെടാത്ത റിയാലിറ്റി. ഇതിന് പറയുന്നത് അബ്സ്ട്രാക്ട് റിയാലിറ്റി. സ്നേഹം ഇസ് ആൻ അബ്സ്ട്രാക്ട് റിയാലിറ്റി. ഈ അബ്സ്ട്രാക്ട് റിയാലിറ്റി ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്? മനുഷ്യന്റെ ഹ്യൂമൻ ഇന്റലിജൻസ് ആണോ? അപ്പൊ ചുരുക്കത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ അബ്സ്ട്രാക്ട് റിയാലിറ്റിയിൽ എത്താൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് നോമ്പ്, പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം, ധ്യാനങ്ങൾ, ഇതുപോലുള്ള ക്ലാസ്സുകളെല്ലാം ഈ അബ്സ്ട്രാക്ട് റിയാലിറ്റിയിൽ. അതുകൊണ്ടാണ് നമ്മൾ സർവശക്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൊച്ചൊരു വാചകം ഉപയോഗിക്കുന്നുണ്ട്, കാണപ്പെടുന്നവയും. ഈ രണ്ട് റിയാലിറ്റി എന്റെ ബുദ്ധിക്കകത്ത് ഒതുങ്ങും. ഹ്യൂമൻ ഇന്റലിജൻസിൽ വരുന്ന സാധനമാണ്. അപ്പൊ ഞാൻ ഈ ഹ്യൂമൻ ഇന്റലിജൻസ് കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെക്കരുത്. ഐ ആം ഗോയിങ് ഇൻ ടു ഡിവൈൻ ഇന്റലിജൻസ്. ചുരുക്കത്തിൽ എന്റെ നിങ്ങളുടെയും വിശ്വാസം അടിസ്ഥാനപ്പെടുത്തി കിടക്കേണ്ടത് ഡിവൈൻ ഇന്റലിജൻസ്. യൂസ് യുവർ ഹ്യൂമൻ ഇന്റലിജൻസ് ടു ബേസ് യുവർ ഫെയ്ത്ത് ആൻഡ് യുവർ ലൈഫ് ഓൺ ഡിവൈൻ ഇന്റലിജൻസ്. അതിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ വചനവർഷം. അപ്പൊ വചനത്തെ നമ്മൾ കാണേണ്ടത് ഒരു അനേക കൂട്ടങ്ങൾ. എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എത്ര ഉണ്ട്? പെട്ടെന്ന് പറഞ്ഞു കേൾക്കാം. വചനത്തെ യേശു എന്ന സിംഗിൾ റിയാലിറ്റി, ഒറ്റ റിയാലിറ്റി. അപ്പൊ നമ്മൾ സ്ക്രിപ്ചറിലല്ല നമ്മുടെ ഫെയ്ത്തിനെ ബേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആരിലെ ബേസ് ചെയ്തിരിക്കുന്നത്? യേശുവിലാണ് ബേസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് അങ്ങോട്ട് അതിനൊരു ലോജിക്കൽ ഓർഡറിൽ അങ്ങോട്ട് പറയാം, ശ്രദ്ധിച്ചോളാം. വചനം എവിടെ മുതലാണ് കാണാൻ നമ്മൾ പഠിക്കുന്നത്? ആദിയിലുണ്ട്. വെരി ഗുഡ്. അങ്ങനെ അങ്ങോട്ട് അത് നമ്മൾ എന്റെ ക്ലാസ് കേട്ടിട്ടുള്ളവരെന്ന് പറയാമെങ്കിൽ ബാക്കിയുള്ളവർക്ക് സഹായം പെട്ടെന്ന് ഇത് കൃത്യമായിട്ട് ഇപ്പം തന്നെ അങ്ങ് കാണാൻ പഠിച്ചോണ്ടിരിക്കുന്നവർ. ഇനി ആര് നമ്മളോട് ചോദിച്ചാലും നമ്മൾ പറയണം, എന്റെ വിശ്വാസം അടിസ്ഥാനപ്പെടുത്തി കിടക്കുന്നത് യേശുവിലാണ്. ഈ യേശുവിനെ ഞാൻ കാണാൻ പോകുന്നെങ്കിലാണ് ഒരു ശരീരമായിട്ടാണ് കാണാൻ പോകുന്നത്. സിംഗിൾ യൂണിറ്റ് ആണ് യേശു, പക്ഷെ മുഴുവൻ അവയവങ്ങളാണ്. ഈ അവയവങ്ങളാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്നാമത്തെ അവയവമാണ്, അപ്പൊ മനുഷ്യന്റെ ഹ്യൂമൻ ഇന്റലിജൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അവയവത്തെ കാണാൻ വേണ്ടി. കൂട്ടി യോജിപ്പിക്കേണ്ട നിങ്ങളുടെ ജോലി അവയവങ്ങളെ പറക്കി ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ എന്റെ ജോലി. ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ അവയവം ആദിയിലെ ഉണ്ടായിരുന്ന വചനം. The word of God which was from eternity. ആദിയിലെ ഉണ്ടായിരുന്നു. ഈ ആദിയിലെ ചിന്തിക്കുമ്പോൾ ആ വാക്ക് സൂക്ഷിച്ചോണേ.
ഇത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയല്ല പറയുന്നത്. നിങ്ങൾ വിശ്വാസം ആവശ്യമുള്ളവർ ജീവിച്ചു, നിങ്ങൾ ഇനി കർത്താവ് വിശ്വസിക്കുന്നുണ്ട്, ഈ ബുദ്ധി കൊണ്ടിട്ട് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വാക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇറ്റേണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുകയാണ്. ചിന്തിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇച്ചിരി മാത്തമാറ്റിക്സ് ഉപയോഗിക്കാൻ. ഒരു പോയിന്റ് ഇട്ടു, ഇങ്ങനെ ഒരു വര വരച്ചു, ഇവിടെ ഒരു ആരോ മാർക്ക് ഇട്ടു. ഇതിനെന്താ പറയുന്നത്? ലൈൻസ് അല്ലേ, ഒരു ലൈൻ. അതിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, പക്ഷെ അങ്ങോട്ട് എൻഡ് പോയിന്റ് ഇല്ല. അത് കണ്ടിന്യൂസ് പോകും. അതിന് ഇത് കണ്ടിന്യൂസ് എവിടെ വരെ പോകും? ആ പോകുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് എന്തോ? ഇൻഫിനിറ്റി എന്നൊരു വാക്ക്. ഇൻഫിനിറ്റി, അത് ഇൻഫിനിറ്റി ആയി. എന്നിട്ട് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഈ ഇവിടെ ഇട്ടേക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് തൂത്ത് കളഞ്ഞിട്ട് ഈ വര ഇങ്ങോട്ട് വരച്ചിട്ട് ഇങ്ങോട്ടും ഒരു അര മാർക്കിട്ട് കിട്ടും, ഇങ്ങോട്ടും ഇൻഫിനിറ്റി ആയിട്ട് പോകും. കുഴപ്പമില്ലല്ലോ. ഈ രണ്ട് വശത്തോട്ട് ഇൻഫിനിറ്റി ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിനുപയോഗിക്കുന്ന വാക്കെന്തോ? എന്താ ഇതിനുപയോഗിക്കുന്ന വാക്ക്? അതിന് നമ്മളാ ഡെയിലി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യവും അന്തവും ഇല്ലാത്തവൻ. കണ്ടോ? രണ്ട് സൈഡിലോട്ട് ഇൻഫിനിറ്റി ആയിട്ട് പോകും. അതിന് നമ്മൾ നല്ലൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ, ഇറ്റേണൽ. ഇറ്റേണൽ എന്ന വാക്ക് അതാ ഉപയോഗിക്കുന്നത്. കണ്ടോ? കണക്കുകാർ പോലും നമുക്ക് നന്നായിട്ട് തന്നില്ല. കണക്കും പകുതി അതാണ്. ആ പകുതി രണ്ടും കൂടെ ഇറ്റേണൽ, ആദ്യവും അന്തവും ഇല്ലാത്തവൻ. ഹി ഹാസ് നോ ബിഗിനിങ് നോ എൻഡ്. അവിടെ സ്ഥിതി ചെയ്തിരുന്നു ഈ വചനം. അവിടെ സ്ഥിതി ചെയ്തിരുന്നു ഈ വചനം. അതാണ് ആദിയിലെ ഉണ്ടായിരുന്ന വചനം. രണ്ടാമത്, ഈ വചനം പിന്നീട് എന്ത് സംഭവിക്കുന്നു? എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നു. വചനം ഉണ്ടാകട്ടെ 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 എന്നല്ലേ ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പം വചനത്തെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? എങ്ങനെയുള്ള വചനമാണ്? സൃഷ്ടിക്കുന്ന വചനം. ദ ക്രിയേറ്റിംഗ് വേർഡ് ഓഫ് ഗോഡ്. കണ്ടോ? ദ ക്രിയേറ്റിംഗ് വേർഡ് ഓഫ് ഗോഡ്. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അവരവരുടെ ഇംഗ്ലീഷ് സ്പീക്കിലൊക്കെ പറഞ്ഞു പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഈ വേർഡ് ഓഫ് ഗോഡിന് എന്ത് സംഭവിച്ചു? തുടക്കം മുതലേ രക്ഷാകര ചരിത്രത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, ആദമ ഹവ്വയെ പാപം ചെയ്ത് കഴിഞ്ഞ അന്നേരം മുതൽ ഈ വേർഡ് ഓഫ് ഗോഡ്, ഈ സൃഷ്ടിച്ച ഈ വേർഡ് ഓഫ് ഗോഡ് ഒരു കാര്യം പറയാൻ തുടങ്ങി. എന്താ? നിങ്ങളുടെ പറുദീസ നഷ്ടപ്പെട്ടു, ഇനി നിങ്ങൾക്ക് പറുദീസയിൽ തിരിച്ചു കയറണമെങ്കിൽ നിന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? ആണോ? ദൈവം പറയാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തന്നെ വരണം. അപ്പൊ ഞാൻ വരാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വന്ന് നിന്നെ രക്ഷിച്ചോളാം, നീ പേടിക്കണം. അപ്പൊ അന്ന് മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ദാ വരുന്നേ ദാ വരുന്നേ ദാ വരുന്നേ ദാ വരുന്നേ. ഇങ്ങനെ ഒരു കഥ നമുക്കുണ്ടല്ലോ, പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ കഥയില്ലയോ? അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരുന്നു. ആരാ ഇത് പറഞ്ഞുകൊണ്ടിരുന്നേ? ആരൊക്കെ പറഞ്ഞത് വരുന്നു? അതിലാണ് അങ്ങനെ ഒരു വേർഡ് ഓഫ് ഗോഡിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും അരുളി ചെയ്യപ്പെട്ട ദൈവത്തിന്റെ വചനം. ഇങ്ങനെ വരുന്ന യേശു രക്ഷകൻ വരുന്ന അതാണ് പ്രവാചകന്മാരിൽ വന്ന് അവസാനിക്കുന്നത്. അവസാനത്തെ അങ്ങനെ പറഞ്ഞു വെച്ചാൽ പ്രവാചകൻ ആരായിരിക്കും? അവസാനം തീ എന്ന് വരെ പറഞ്ഞ പ്രവാചകൻ ഏത്? യോഹന്നാൻ. അവൻ തൊട്ടടുത്ത് വന്ന് എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പരിക്കാൻ തൊട്ടടുത്ത് വരെ വന്ന് അവിടെ വരെ പറഞ്ഞു. പക്ഷെ നമ്മൾ ബൈബിൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ യോഹന്നാന്റെ പ്രവചനങ്ങളും എല്ലാം ഉണ്ടോ? ആ രീതിയിലില്ല. അവിടെ പറയുന്നത് യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഉണ്ടോ? അദ്ദേഹത്തെ കുറിച്ച് വിശേഷം എന്തോ ആട്ടെ. അങ്ങനെ പിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും അരുളി ചെയ്യപ്പെട്ട വചനം. അപ്പൊ അങ്ങനെ എത്രമായി? മറക്കരുത്, ഈ ലോജിക്ക് മറക്കരുത്. അത് കഴിഞ്ഞാൽ പുലി വരുന്ന എന്ന് പറഞ്ഞിട്ട് അവസാനം എന്ത് സംഭവിച്ചു? നീ വന്നു. അതിന്റെ വചനത്തിന്റെ പേരെന്തോ? അതിനെ ഇച്ചിരി ഒന്ന് പോളിഷ് ചെയ്തു. വചനം മാംസമായെന്നാണ് ഇവിടെ പറഞ്ഞത്. ആദിയിലെ വചനം ഉണ്ടായിരുന്നുണ്ടോ? വചനം ദൈവത്തോടു കൂടിയായിരുന്നു, അതിന് വചനം മാംസം. പക്ഷെ ആ മാംസമായി എന്ന് പറയുന്നതിനെക്കാട്ടിൽ കുറെ കൂടി നല്ല വാക്യത മനുഷ്യനായി. വചനം മനുഷ്യനായി. അപ്പൊ എത്രണ്ണമായി? 4 എണ്ണമായോ? ആ ലോജിക്ക് ഇപ്പൊ തന്നെ കാണാൻ പിടിച്ചിട്ടുമ്പോ ഏതൊക്കെയാ? ആദിയിലെ ഉണ്ടായിരുന്ന വചനം, സൃഷ്ടിക്കുന്ന വചനം, പിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും സംസാരിച്ച വചനം, വചനം മനുഷ്യൻ.
മനുഷ്യനായ വചനം. അപ്പൊ ഇത്രയും ആയി. ഇനി എന്താ സംഭവിക്കുന്നത്? ഈ വചനം ഇവിടെ ജീവിച്ച്, അതാണ് നമ്മൾ കാണുന്ന യേശു. ഈ യേശു എന്ന് പറയുന്നത് അവിടെ മനുഷ്യനായിട്ട് കൃത്യമായിട്ട് ഈ ആദിയിൽ ഉണ്ടായിരുന്നത്. ഈ യേശു ഇങ്ങനെ നടന്ന് ഇവിടെ എല്ലാം പഠിപ്പിച്ചു പോയി. ഇപ്പൊ ഞാൻ അതിന്റെ രഹസ്യങ്ങളാണ് നമ്മൾ ഈ നോമ്പിന്റെ അവസാനം ഹോളി വീക്കില് അതിന്റെ കൃത്യം. അവൻ നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു, പിന്നീട് സ്വർഗത്തിലേക്ക് പോയി. ഇത്രയും കാര്യങ്ങൾ നടന്ന അതിന്റെ ഫുൾ ഫ്ലെക്സ്ഡ് സാധനം. ഇത് കഴിഞ്ഞിട്ട് അവനങ്ങ് സ്വർഗത്തിലേക്ക് പോയി. ഇത് കഴിഞ്ഞിട്ട് ഈ വചനം പിന്നെ എങ്ങനെ ജീവിച്ചേ? പരിശുദ്ധാത്മാവ് വന്നു. ഓക്കെ, പരിശുദ്ധാത്മാവ് വന്നു. പക്ഷെ നമ്മുടെ ഇടയിൽ ഈ വചനം എങ്ങനെ ജീവിച്ചേ? പരിശുദ്ധാത്മാവിലൂടെ ജീവിച്ചു, നമ്മളിലൂടെ ജീവിച്ചു. വെരി ഗുഡ്. എന്ന് വെച്ചാൽ മനുഷ്യന്റെ വാക്കിലൂടെയാണ് പിന്നെ ഈ വചനത്തെ ലോകം കാണുന്നത്. അതാണ് ശിഷ്യന്മാർ പോയി പരിചയപ്പെടുത്തിക്കൊണ്ട്. അതിന് ചുരുക്കം പറഞ്ഞാൽ ഈ ബൈബിൾ അത് മനസ്സിലാകണം. ഇതല്ല, ഈ ബൈബിൾ എഴുതപ്പെട്ടതെന്നായിരുന്നു ഏകദേശം പഴയ നിയമം പണ്ടേ യേശു ഉള്ളപ്പെട്ടുണ്ട് അല്ലയോ? അതിനകത്ത് 3 തോറ എന്ന് പറയുന്ന ഫുൾ തോറ, നബി, കെത്തുബിൻ എന്ന് പറയുന്ന 3 സെക്ടർ അത് അവരുടെ കയ്യിൽ അന്നേരം തന്നെ ഉണ്ടായിരുന്നു. തോറ എന്താ പറയുക, ആദ്യത്തെ പുസ്തകങ്ങൾ തോറ, പിന്നീട് 5 പിന്നീട് കെത്തുബിൻ. കെത്തുബിൻ എന്തോ? നബീം എന്തുവാ? നിബിയൻ നമ്മുടെ പ്രവാചകന്മാരുടെ പുസ്തകം കെത്തുബിൻ, ഇതിനകത്ത് വിസ്ഡം ലിറ്ററേച്ചർ. അപ്പൊ ഈ 3 കാറ്റഗറിയാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട പുസ്തകം ഏകദേശം നമ്മൾ കാണുന്നത് 60 AD കഴിഞ്ഞിട്ടാണ്. AD 60 കഴിഞ്ഞിട്ടാണ്. അപ്പൊ യേശു എന്നാ മരിക്കുന്നത്? ഏകദേശം 30-33 ആയപ്പോൾ മരിച്ചു എന്ന് വിചാരിക്കുക. ആ മരിച്ചു കഴിഞ്ഞിട്ട് 60 വരെ ഈ വചനം എവിടെ ജീവിച്ച? ഈ പുസ്തകം ഉണ്ടായിരുന്നോ? ഇല്ല. ഇത് നമുക്ക് ഈ ഉത്തരം നമുക്ക് നമ്മുടെ കുറച്ച് സഹോദരങ്ങളോട് പറയാം. ഏത് സഹോദരങ്ങളെന്നറിയാം? പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങളോട്. എന്തിനാണെന്നറിയാം? അവര് പറയുന്നത്, അവര് വിശ്വസിക്കുന്നത് എന്താ? പാരമ്പര്യം വേണ്ട എന്നവർ വിശ്വസിക്കുന്നു അല്ലയോ? എന്താ വേണ്ടത്? പിന്നെ ബൈബിള് മാത്രം. അത് അവർ അങ്ങനെ തന്നെ ആ വാക്ക് ഉപയോഗിക്കുന്നത്. സോളാ സ്ക്രിപ്തുര എന്ന് പറഞ്ഞത് തന്നെയാണ്. ആണോ? വചനം മാത്രം മതി, എല്ലാ കാര്യങ്ങളും ഈ വചനത്തെ ബേസ് ചെയ്യുക. അതുകൊണ്ടാണ് പാരമ്പര്യത്തിലൂടെ ഡെവലപ്പ് ചെയ്തു വന്ന പല സാധനങ്ങളും അവരെ എടുക്കാത്തത്. അവരോട് നമുക്ക് പറയേണ്ട ഒരു കാര്യം ഇതാണ്, സഹോദര, ഇത് എഴുതപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ ഈ ബൈബിള് കിട്ടുന്നതിന് മുമ്പ് ഈ ബൈബിൾ എവിടെയായിരുന്നു? യേശു മരിച്ചിട്ട് 60-ലാണ് ഏകദേശം ആദ്യത്തെ സ്ക്രിപ്ചറൽ റൈറ്റിംഗ്സ് ഒക്കെ നമ്മൾ കാണുന്നത്. അതുവരെ ഇത്രയും വർഷം ഈ ബൈബിൾ ഉണ്ടായിരുന്നു. അവരോടാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഇത് ജീവിച്ചത് വാമൊഴിയാലേ. ഞാൻ ഒരാളോട് പറഞ്ഞു, വേറൊരാളോട് പറഞ്ഞു, നമ്മുടെ കൂട്ടായ്മയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, പ്രാർത്ഥിക്കാൻ കൂടുമ്പം ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ യേശു ഇങ്ങനെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു, യേശു അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവൻ മരിച്ചു, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഓറൽ ട്രഡീഷനിൽ ജീവിച്ച ഒരു വചനത്തെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ വാമൊഴിയാലെ ജീവിച്ചു. അതിന് ഞാൻ വ്യക്തിപരമായിട്ട് കൊടുക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മളുടെ ഈ വാമൊഴിയാലെ പാരമ്പര്യത്തിൽ ജീവിച്ചു എന്നതിനെക്കാട്ടിൽ ഈ കേൾക്കുന്നത് നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം എവിടെ? ഞാൻ കേട്ട ഒരു സാധനം അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം ഏതാണ്? മനസ്സിൽ നിന്നാണ് നിങ്ങൾ പറഞ്ഞല്ലോ. പക്ഷെ എന്നെ കാട്ടി നല്ല വാക്കിതാണ് ഹൃദയത്തിൽ. എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ തൊടുന്ന സാധനങ്ങളെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നു. ശരിയാണോ? അത് 2 രീതിയിലുമാകാം. സ്നേഹത്തോടെ എന്നെ ഹൃദയത്തിൽ തൊട്ടാലിനാളിനെ ഞാൻ മറക്കത്തില്ല, വേദനിപ്പിച്ചാലിനാളിനെ ഞാൻ മറക്കും. 2 ഞാൻ സൂക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വചനം സത്യത്തിൽ ജീവിച്ചത് ഹൃദയത്തിലാണ്. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലാണ് ജീവിച്ചത്. അപ്പൊ അതാണ് ഓറൽ ട്രഡീഷന്റെ ഹൃദയം. പിന്നീടാണ് പിന്നീട് ഓരോരുത്തർ നോക്കിയപ്പോൾ പൗലോസ്ലീഹ അവരുടെ ജയിലിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഇത് ബൈബിളിലാകാൻ വേണ്ടി എഴുതിയ കത്തൊന്നുമല്ല, എന്നാൽ ലേഖനങ്ങളാണ് അദ്ദേഹം. അത് ഓരോ കത്തുകളാണ്. അതൊരു ഗ്രൂപ്പിന് എഴുതിയിട്ടുണ്ട്, വ്യക്തികൾക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷേ സുവിശേഷം അത് അവർ അങ്ങനെ ഒരു സ്ഥലത്തേക്ക്, കാരണം ഇത് വാമൊഴിയാലെ ഇതിന് ഒത്തിരി ബുദ്ധിമുട്ട് വരുന്നത് കണ്ടിട്ട് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഓരോ സ്ഥലങ്ങൾക്ക് വേണ്ടി അവരത് അവിടെ സൂക്ഷിക്കാൻ വേണ്ടി. ഇതിങ്ങനാണ്, ഈ യേശുവിനെയാണ് ഞങ്ങൾ കണ്ടത് കേട്ടതും തൊട്ടനുഭവിച്ചത്, ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിന് എഴുതി കൊടുത്തു. അങ്ങനെയാണ് സുവിശേഷങ്ങൾ നമുക്കുണ്ടായത്. അപ്പൊ ചുരുക്കത്തിൽ എഴുതപ്പെട്ട വചനം ഇപ്പൊ എത്ര വേഗങ്ങളായി എന്തെടുത്ത് പറഞ്ഞ് ആദിയിലെ ഉണ്ടായിരുന്ന വചനം, സൃഷ്ടിക്കുന്ന വചനം, പിതാക്കന്മാരും പ്രവാചകന്മാരോട് സംസാരിച്ച വചനം, വെരി ഗുഡ്. മനുഷ്യനായ വചനം, വാമൊഴിയാലെ
ജീവിച്ച വചനം, എഴുതപ്പെട്ട വചനം, 6 എണ്ണമായി. ഇനി ഏതൊക്കെയുള്ളത്? ഇനി എന്തൊക്കെ പറയാം? ഇന്ന് രാവിലെ കുർബാനയ്ക്ക് കൂടിയപ്പോൾ എന്തായിരുന്നു? അപ്പോൾ മെനു സ്വീകരിച്ചു. അതെന്ത് വരുന്നത് നമ്മൾ പറഞ്ഞു? യേശുവിന്റെ തിരുശരീര രക്തങ്ങൾ. ഈ അപ്പവും മീനും യേശുവിന്റെ തിരുശരീര രക്തങ്ങളായത് എപ്പോഴായിരുന്നു? എന്ത് പറയുമ്പോഴാ ആകുന്ന യേശു പറഞ്ഞത്? ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു. എന്നിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്ത ജോലി എന്താ? ഞാൻ വരുന്നത് എന്റെ ഓർമ്മയ്ക്ക്, എന്റെ ഓർമ്മയ്ക്കായി do this. അതോടുകൂടി ആ നാമത്തിൽ ചെയ്യുന്ന എല്ലാ അപ്പവും മീനും ഏതായിട്ട് മാറുന്നു? കണ്ടോ? ഈ വചനം നിമിത്തം ഈ അപ്പവും മീനും യേശു തന്നെയായി മാറും, യേശുവിന്റെ ശരീരരക്തങ്ങളായി മാറും. എന്ന് വെച്ചാൽ എന്തായ വചനം എന്നാണ്? ശരീരമായ വചനം, ശരീരരക്തങ്ങളാണ്. അതുകൊണ്ടാണ് മുമ്പ് ശരീരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അതിന് വേറൊരു മാനമുള്ളത് കേട്ടോ. മനുഷ്യനായി വചനം, മനുഷ്യനായി. ഇപ്പൊ എന്റെ വചനം കുർബാനയായി മാറുന്ന വചനം കണ്ടോ, കുർബാനയായി മാറുന്ന വചനം യേശുവിന്റെ തിരുശരീരരക്തങ്ങളാണ്. ഇപ്പൊ എത്രണ്ണമായി? 7 എണ്ണമായി. അവസാനത്തെ അവയവം പറയാൻ പോവാം. ഇനിയാണ് MCA-കാരും ഞാനും ഉൾപ്പെടുന്ന ഈ സഭയുടെ ജോലി ചെയ്യുന്ന ഒരു വചനം. അതെന്താ? ഈ കണ്ടതും കേട്ടതും എല്ലാം എന്ത് ചെയ്യണം? എല്ലാവരോടും പോയി പറയണം. അപ്പൊ അങ്ങനെ ഒരു വചനത്തിന്റെ മാനമുണ്ട്, പ്രഘോഷിക്കപ്പെടുന്ന വചനം. The word which is being proclaimed, the word of God that is in proclaimed. 8 എണ്ണം കിട്ടിയല്ലോ. ഈ 8 എണ്ണം മറക്കരുത്. ഇത് വീട്ടില് മക്കളോട് ഇടയ്ക്കിടയ്ക്ക് പറയണം, അവരോട് ചോദിക്കണം. അപ്പൊ നിങ്ങളും പഠിക്കും. എന്നിട്ട് നമ്മളുടെ വിശ്വാസം ഇതിലാണ് ഉറപ്പിച്ചത്. ഇനി നമ്മളുടെ ജോലി എന്താ? നോമ്പും പ്രാർത്ഥനയും ധ്യാനം കൊണ്ട് ഈ 8 അവയവങ്ങളെ ഒരു സിംഗിൾ ശരീരമായിട്ട് കാണാൻ പഠിക്കേണ്ടത് എൻ്റെ നിങ്ങളുടെ ജോലിയാണ്. അതിന് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കണം? അബ്സ്ട്രാക്ഷൻ ഉള്ള ഹ്യൂമൻ കപ്പാസിറ്റി ഉപയോഗിക്കണം, എസ്തറ്റിക്സ്, ബ്യൂട്ടി. എനിക്ക് ഈ കർത്താവിനെ എത്ര സുന്ദരനാക്കി മാറ്റാം, സുന്ദരിയാക്കി മാറ്റാം, സൗന്ദര്യമുള്ളതാക്കി മാറ്റാം എന്നുള്ളത് എൻ്റെ ജോലിയാണ്. അത് എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു കർത്താവിനെ ഒന്ന് രൂപം കൊടുത്തേ, എന്നിട്ട് അതിനെ ഒന്ന് ധ്യാനിച്ചേ, എന്നിട്ട് അതിനെ ഒന്ന് പ്രണയിച്ചേ. അതേ ഉള്ളൂ നമ്മുടെ ജോലി. ഈ യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്താ ജോലി എനിക്ക്? അപ്പൊ അവിടെ നിന്നാ ബാക്കി എന്റെ പ്രവർത്തനങ്ങളെല്ലാം വരേണ്ടത്. ഈ യേശുവിന് രൂപം കൊടുത്ത് ഈ ഒറ്റ സിംഗിൾ ഈ 8 അവയവങ്ങൾ ചേർത്ത ഒരു നല്ല ശരീരമാക്കി അതിനെ സ്നേഹിച്ചിട്ട് അതിന്റെ പേരിൽ വേണം ബാക്കി ഞാൻ എല്ലാം ചെയ്യാൻ. ഇത്ര പിടിയോ? അതിന്റെ പേരിൽ വേണം ഞാൻ ബാക്കി എല്ലാം ചെയ്യാൻ. അതുകൊണ്ട് ഈ ഒരൊറ്റ വാചകത്തിൽ ഞാൻ നിർത്തുക. അതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വർത്താനം പറയുന്നത്. അതിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുന്നത്. ശരിയാണോ? അവൻ്റെ പേരിൽ മരിക്കാൻ ഞാൻ തയ്യാറാകണം. അവൻ്റെ പേരിൽ മരിക്കാൻ ഞാൻ, അവന് വേണ്ടി അവൻ നമ്മൾക്ക് കാണിച്ചു തന്ന സത്യത്തോളം ഈ ഭൂമിയിൽ ഒരു മതങ്ങളും കാണിച്ചു തന്നിട്ടെന്നുള്ള അന്വേഷണം നമ്മൾ കണ്ടെത്തണം. ഇന്നലെ ആ വാർത്ത വായിച്ചപ്പോൾ ഞാനും നിങ്ങളും പേടിച്ചെങ്കിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞോട്ടെ. എന്താ കാരണം? ഈ 8 അവയവങ്ങൾ ചേരുന്ന ഏറ്റവും പവർഫുൾ ശരീരത്തിന്റെ ബന്ധുവാണ് ഞാൻ. ഇന്ന് ഞാനും നിങ്ങളും ആ കുർബാന സ്വീകരിച്ചിട്ടിരിക്കുക, ആ യേശുവിനെ സ്വീകരിച്ചിട്ടിരിക്കുന്നു. ശരിയാണോ? അങ്ങനെ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ ഇതിങ്ങനെ ഒരു ഇമാജിൻ. നിങ്ങളുടെ ധ്യാനത്തിന് വേണ്ടി ഞാൻ വിടുന്നു. ഇന്ന് രാവിലെ ഒരു ചായയിലും കുടിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ, ഉണ്ട്. ഇന്നലെ നിങ്ങൾ വൈകിട്ട് അത്താഴം കഴിച്ചിട്ടാണല്ലോ കിടന്നേ. ചപ്പാത്തിയോ കറിയോ ഒക്കെ, ദാലോ തൈരോ ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇന്ന് വരെ ആ കഴിക്കുന്ന ഭക്ഷണം എന്തിനു വേണ്ടിയാണ് ഞാൻ കഴിക്കുന്നത്? എൻ്റെ ശരീരത്തിന് വേണ്ടിയാണ് ഞാൻ കഴിക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ശരീരം ഒരു മാജിക് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഈ കഴിച്ച ഭക്ഷണം ശരീരത്തിന് വേണ്ടിയാണ് കഴിക്കുന്നത്, എനർജിക്ക് വേണ്ടി മാത്രമാണ് കഴിക്കുന്നത്. അല്ല, ഈ ശരീരം സെൽസ് ആയിട്ട് മാറാൻ കൂടിയാണ്. ആ ഭക്ഷണമാണ് സെൽ. അപ്പോൾ ഒരിക്കൽ പോലും ഇവിടെ ഞാൻ തൊട്ട് നോക്കിയിട്ട് ഒരു ചപ്പാത്തിയും കണ്ടിട്ടില്ല, ഒരു ഫ്രൂട്ട്സും കണ്ടിട്ടില്ല, ഒരു ദാൽ കറിയും കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇതവിടെ ദഹിച്ച് കഴിയുമ്പോൾ there happens a conversion. The whole thing is converted into my body, into my energy. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അതേ ലോജിക് ഉപയോഗിച്ച് എല്ലാ ഞായറാഴ്ചയും കുർബാന സ്വീകരിക്കുന്ന ഞാൻ, ഈ യേശു എൻ്റെ ഉള്ളിൽ വന്നാൽ സ്വാഭാവികമായിട്ട് ഞാൻ ആരായിട്ട് കൺവേർട്ടഡ് ആകണം? ഇതാണ്
ഞാൻ ഉൾപ്പെടുന്ന MCAയുടെ ജോലി. We have to get converted into the body of Christ. ഈ 8 അവയവങ്ങളായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ഞാൻ ആദിയിലെ ഉണ്ടായിരുന്നു കൊണ്ടോ, ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തു എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന പൗലോസിന്റെ സത്യം ഇവിടെ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ഇപ്പൊ ജനിച്ചതല്ല, 10-50 വയസ്സുകൊണ്ട് ജനിച്ച ഒരാളല്ല ഞാൻ. അതിന് മുമ്പ് തന്നെ കണക്റ്റഡാ ഞാൻ. ഇനി ഞാൻ മുന്നോട്ട് കണക്റ്റഡ് ആവും. ഈ സത്യം നമ്മൾ ഇവരോട് പറയാം. അന്നേരം നമ്മുടെ ചുറ്റിനുമുള്ള നമ്മളുടെ സഹോദരങ്ങൾ ഇവിടെ ഒരു രാജ്യം ഉണ്ടാകാൻ കിടന്ന് കഷ്ടപ്പെടുമോ? നമ്മളെ എല്ലാം കൂടെ തല്ലിക്കൊന്ന് കളയാൻ കഷ്ടപ്പെടുമോ? ഇല്ല. ഇതാണ് ഇവഞ്ചലൈസേഷൻ ഓഫ് എ കൾച്ചർ. ഈ ജ്ഞാനം അവർക്ക് കൊടുക്കണം. അത് തുടങ്ങേണ്ടത് ഇവിടുന്ന്, ഈ കുർബാനയെന്നാണ്. ഇവിടുന്ന് ശക്തി സ്വീകരിച്ച് നമുക്ക് ഈ ലോകത്തിലൂടെ ഇറങ്ങിപ്പോകാം. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുമാരായി തീരാനായിട്ടുള്ള വലിയ വിളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഒന്ന് കൈയടിച്ച്. ഇത് ഇന്ന് അങ്ങ് കാണാൻ പഠിച്ചോളൂ, മറക്കരുത്. എന്താണെന്നറിയാം, നമ്മുടെ വീട്ടിൽ ചിലർ കിടന്ന് എന്താ പറയുന്നത്, ബാങ്ക് അക്കൗണ്ട് എവിടെയാണെന്ന് പറഞ്ഞു പാസ്ബുക്ക് കിടന്ന് അക്കൗണ്ട്. പക്ഷെ ചിലർക്ക് തപ്പണ്ടി വരത്തില്ല. കാരണം എന്തുവാ, ഇവിടെ ഇരിക്കുന്നതിന് വിലപിടിപ്പുള്ള സാധനങ്ങൾ എവിടെ ഇരിക്കുന്നതെന്ന് കൃത്യം അറിയാം. ബൈബിളിലെ വിലപിടിപ്പുള്ള ചില സാധനങ്ങൾ എവിടെ ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. ഇത് കാണാൻ പഠിക്കുന്നതിലല്ല കാര്യം. ശ്രദ്ധിച്ചേ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അറിയാമല്ലോ, അറിയാം. ചുമ്മാ അതിന്റെ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ ഇതാണ്. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ. ആ വാചകത്തിൽ തന്നെ അതങ്ങ് മനസ്സിലാവും, അല്ലയോ? ഇനി ശ്രദ്ധിച്ചോ, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതാണ് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു. എങ്ങനെയൊക്കെ ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാം? ആർക്കെങ്കിലും ഒക്കെ എന്നോട് ഷെയർ ചെയ്യാം. യേശു നിയമജ്ഞനോട് ചോദിക്കുക, നിയമജ്ഞൻ എന്ത് വന്ന് ചോദിച്ചേ? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം യേശു പറഞ്ഞു, ഗുരു, നിത്യജീവൻ അവകാശം ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു. അപ്പൊ യേശു തിരിച്ചു ചോദിക്കുക, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, എന്ത് വായിക്കുന്നു? കാരണം നിയമജ്ഞൻ എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യനാണ്. നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി. അതുകൊണ്ടാണ് യേശു തിരിച്ചങ്ങനെ ചോദിക്കുന്നത്. 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? എഴുതിയതല്ല വായിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, നിങ്ങൾ ഈ വായന എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ലിറ്ററൽ വാക്കുകളുടെ കാര്യമല്ല. വായന എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഇതിനെ അതാണ് വായന. കാരണം ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എങ്ങനെ ഇതിനെ മനസ്സിലാക്കുന്നത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. ഹൗ ഡു യു റീഡ് ഇറ്റ്, ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? റീഡ് യു. ഉദാഹരണത്തിന് എന്റെ കൈ കണ്ടോ? കണ്ടു? ഇയാൾ ഉറപ്പിച്ചു, നിങ്ങൾ ഉറപ്പിച്ചോ? എന്റെ കൈ കണ്ടോ? ഉറപ്പിച്ചു. ഇച്ചൊക്കെ നാഴ്ത്തി നോക്കി, ശരിക്കും നിങ്ങൾ എന്റെ കൈ കണ്ടോ? കണ്ടോ? ഇച്ചോട് മാറി പോകുന്നുണ്ട്. ചിലർ പറയാൻ തുടങ്ങി കൈപ്പത്തി കണ്ടു. കാരണം എന്താ? മലയാളിക്ക് കൈ എവിടെ തൊട്ട് എവിടെ വരെയാണ്? കണ്ടോ? കഥ പറഞ്ഞോ? അത് കഴിഞ്ഞാൽ അടുത്ത് നോക്കി, ഇച്ചിരി അടുത്തിലോട്ട് പോയേ, ശരിക്കും ആ കൈ മുഴുവൻ കണ്ടോ എന്ന് ഞാൻ എടുത്തു ചോദിച്ചാൽ ഇല്ല. ഇതിനൊരു മറുവശം കൂടെ. ഇത് 2 ലോകങ്ങളാണ് കേട്ടോ. ഇതാണ് വായന എന്ന് പറയുന്നത്. കേട്ടോ, എന്ത് എഴുതിയിരിക്കുന്നുവെന്നും എന്ത് വായിക്കുന്നു എന്ന് പറയുന്ന 2 കാര്യങ്ങൾ കണ്ടു. അപ്പൊ ഞാനൊരു കാര്യത്തെ കണ്ട് മനസ്സിലാക്കുന്നതാണ് എന്ത് നീ വായിക്കുന്നു. യേശു പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ കാര്യത്തെ ഇന്റർപ്രറ്റ് ചെയ്തു പോയി. നല്ല രസമാണ്. ഇത് കഴിഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു സമരിയക്കാരന്റെ കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ കത്തോലിക്ക സഭയിൽ മറ്റൊരു ടൈപ്പ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അത് ലീഡേഴ്സ് സാവകാശം പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. കത്തീഡ്രൽ എന്താ പറയുക, ഇടവാങ്ങൾ അത് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്താണെന്നറിയാം? അലഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. അലഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജസ്, പഴയ നിയമത്തിലെ ഇമേജസ് എടുത്തിട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന ടൈം. അത് തൽക്കാലം ഇതിലേക്ക് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ചോദിക്കാം. എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു. അവന് ഞാൻ കൊടുത്തു വിട്ട ഒരു ജോലിയുണ്ട്. അവൻ അത് തീർത്തോണ്ട് ഇതുവരെ വന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു 5-6 ഞായറാഴ്ചകൾ രാവിലെ തൊട്ട് ഏതാണ്ട് ഈ കുർബാന കഴിയുന്ന സമയത്ത് 10 മണിക്കൊക്കെ വന്നിട്ട് വൈകിട്ട് 5 മണിക്കൊക്കെ പോയ സമയമുണ്ട്. അത്ര സമയം ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തു പല കാര്യങ്ങളും.
ഇപ്പൊ അവന് ഞാൻ കൊടുത്തു വിട്ടിരിക്കുന്ന ഒരു ജോലിയുണ്ട്. അവൻ അതിനകത്ത് പറഞ്ഞു, ഈ ഖുറാനില് യേശു ദൈവമാണെന്ന് പറയുന്നില്ല, പ്രവാചകൻ എന്ന് പറയുന്നത്. നമ്മൾ യേശു ദൈവമായിട്ടാണ് വിശ്വസിക്കുന്നത് അല്ലേ? അപ്പൊ ഖുറാനിൽ പറയുന്നില്ല ദൈവമായിട്ട്, ബൈബിളിൽ യേശു ദൈവമാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുമില്ല. അപ്പൊ അങ്ങനെ അത് യേശു ദൈവമാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, യേശു ദൈവമായിട്ട് ഞാൻ പറയുന്നു എന്ന് പറയുന്നത് ബൈബിളിന്റെ അടിസ്ഥാനം. അങ്ങനെ ഞാൻ വാക്യങ്ങളൊക്കെ ഡയറക്റ്റ് സെന്റൻസ് ഇല്ല, പക്ഷേ ഇതിനകത്ത് ഒത്തിരി ആശയങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ദൈവമേ, പിതാവിനോട് യേശു പ്രാർത്ഥിക്കുന്നില്ലേ യോഹന്നാൻ സുവിശേഷത്തിൽ 17-ാം അധ്യായം, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നു. കണ്ടോ? അപ്പൊ അങ്ങനെ അധികം ദൈവമല്ലെന്ന് പറയാൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് യേശു അങ്ങനെ ഉപയോഗിക്കുന്ന ഒരുപാട് ഇതുണ്ട്, അതെല്ലാം അവനോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ ദൈവമായിട്ട് വിശ്വസിക്കുന്നേ. ഓക്കെ, ഖുറാനിൽ പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഏതിലാണ് വിശ്വസിക്കേണ്ടതെന്ന് നീ എനിക്ക് കൃത്യമായിട്ട് കൊണ്ടുതരണം. ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്ന, ഖുറാനിൽ വിശ്വസിക്കുന്നു. ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നതിന് എൻ്റെ ലോജിക്ക് ഇതാണ്. ബൈബിൾ യേശു മരിച്ചിട്ട് ഏതാണ്ട് 30-40 വർഷത്തിനുള്ളിൽ എഴുതപ്പെട്ടു, അതിന്റെ പുതിയ നിയമത്തിലെ കാര്യങ്ങളല്ല. മാത്രമല്ല, പണ്ട് മുതലേ കാര്യങ്ങൾ പറഞ്ഞു വന്ന ആളെയാണ് യേശുവിൽ കണ്ടെത്തുന്നത്. അതാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന്, ഇതിനു ശേഷം ഒരു 600 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ആര് വന്നത്? മുഹമ്മദ് വന്നത്. അവിടെയാണ് അദ്ദേഹം എഴുതുന്നത് യേശു ദൈവമല്ലെന്ന്. അപ്പൊ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ എഴുതിയ ഒരു പുസ്തകത്തിൽ വേണോ ഞാൻ വിശ്വസിക്കാൻ, അതോ 6 നൂറ്റാണ്ടിന് ശേഷം എഴുതിയ ഒരു പുസ്തകത്തിൽ വേണോ ഞാൻ വിശ്വസിക്കാൻ? ഇതായിരുന്നു എൻ്റെ ചോദ്യം. ഇതിന് പറ്റിയ ആർഗ്യുമെന്റ്സ് എനിക്ക് കൊണ്ടുതരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ കൺക്ലൂഡ് ചെയ്യുന്നതിനാണ്, ഞാൻ അതുകൊണ്ട് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ എഴുതിയ, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ തന്നെ ഇങ്ങനെ നോക്കിക്കേ, നിങ്ങൾക്ക് ബർണ്ണബാസ് പിതാവിനെ അറിയത്തില്ലയോ? അറിയാം. ഈ വർഷം ജനിക്കുന്ന ഒരു കുഞ്ഞിന് ബർണ്ണബാസ് പിതാവിനെ അറിയാമോ? ഇല്ല. നിങ്ങൾക്ക് അറിയാവുന്നവൻ അറിയത്തില്ല. ഇതാ വിഷയം. ഇവാനിസ് പിതാവിനെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞു കേട്ടിട്ടില്ല അവിടെ. ഞാനും കണ്ടിട്ടില്ല. ഞാനും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നിങ്ങളും പറഞ്ഞു കേട്ടു, ഞാനും പറഞ്ഞു കേട്ടു. നിങ്ങൾ പറഞ്ഞു കേട്ടത് ആണോ കൂടുതൽ നന്നായിരിക്കുന്നത്, ഞാൻ പറഞ്ഞു കേട്ടതായിരിക്കും കൂടുതൽ നന്നായിരിക്കുന്നത്? ഏതായിരിക്കും സാധ്യത കൂടുതൽ? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ പറയാറുണ്ട്, ഞാൻ പറഞ്ഞതായിരിക്കും കുറെ കൂടെ സാധ്യത കൂടുതൽ. എന്താ? സഭയിൽ കൂടുതൽ പഠിച്ചത് കൊണ്ടല്ല, അതൊരു കാര്യം. അതിനെക്കാട്ടി ഞാൻ എവിടുത്തെ അംഗമാണ്? ബദനി ആശ്രമത്തിന്റെ അംഗമാണ്. ഞാൻ വന്ന് ബദനി ആശ്രമത്തിൽ ചേരുമ്പോ ഇവാനിയസ് പിതാവിന്റെ കൂടെ മുണ്ടന്മലയിൽ ഉണ്ടായിരുന്നവരെ ഞാൻ കണ്ടുമുട്ടി. ഇവാനിയസ് പിതാവിനെ കൂടെ നടന്ന് അവരോട് വർത്താനം പറഞ്ഞ അച്ഛന്മാരെ ഞാൻ കണ്ടുമുട്ടി. ഞങ്ങളുടെയൊക്കെ ആദ്യകാലങ്ങളുണ്ടായിരുന്ന അച്ഛൻ, അവരൊക്കെ മരിച്ചുപോയി. ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ അച്ഛനായിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അച്ഛന്മാരെ ഞാൻ നേരിട്ട് കണ്ടുമുട്ടി. ഇവാനിയസ് പിതാവിനെ നേരിട്ട് കണ്ടു. അവരുടെ ഇത് വാമൊഴിയാലെ ആ അനുഭവം ഡയറക്റ്റ് എന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം എന്റെ അനുഭവം ഞാൻ പ്രസന്റ് ചെയ്യുന്ന എനിക്ക് കുറച്ചും കൂടെ നല്ലത്. അവര് ഇവാനിയസ് പിതാവിനെ കുറിച്ച് പറഞ്ഞത് അതേ എന്നെക്കാട്ടി കുറെ കൂടെ നല്ലതല്ലയോ? ഇത് തന്നെ ഈ ലോജിക്കാൻ ഞാൻ ഈ മോനോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എടാ, യേശുവിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നവര് അവരേതായാലും ഉടായ്പ കാണിച്ച് എഴുതി വെച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ 2000 വർഷം കഴിയുമ്പോൾ വിനയാനന്ദച്ചൻ ഇത് എടുത്ത് വായിക്കുമ്പോ അങ്ങനെ കിട്ടൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് എഴുതിയതാണോ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ? ഒന്നും അല്ലല്ലോ. അവര് കിട്ടിയാലിപ്പോ കറക്റ്റായിട്ട് എഴുതിയ സാധനം. അങ്ങനെയാണെങ്കിൽ 600 വർഷത്തിന് ശേഷം മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയ ഇൻസ്പിറേഷൻ, അതൊന്നും ഞാൻ ഡിനൈ ചെയ്യുന്നില്ല. അന്ന് അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ കിട്ടിയാൽ കുഴപ്പമോ? അത് ഡിനൈ ചെയ്തു. എനിക്ക് ഞാൻ ഇത്ര കൺക്ലൂഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ഇതിനെക്കാട്ടിൽ വിശ്വാസയോഗ്യം എനിക്ക് അതിന് തോന്നുന്നില്ല, നീ അതിന് എനിക്ക് പ്രൂഫ് കൊണ്ടുതരാൻ പറഞ്ഞു. അങ്ങനെ അവൻ അന്വേഷണത്തില്ല. അതുകൊണ്ട് യേശുവാണ് ഇതിനകത്ത് പറയുന്ന യേശുവാണ് സത്യം. ഖുറാനിൽ പറയുന്ന യേശു സത്യമല്ല. രണ്ടാമത്തെ കാര്യം, ഖുറാനിൽ പറയുന്ന യേശു സത്യമല്ലെങ്കിൽ ഖുറാനിൽ പറയുന്ന യേശുവിന്റെ അമ്മയും സത്യമല്ല. മാതാവിനെ കുറിച്ച് കണ്ടമാനം ഖുറാനിൽ പറയുന്നുണ്ട്, കണ്ടമാനം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഖുറാനിൽ പറയുന്ന മാതാവും സത്യമല്ല. അപ്പം യേശുവിന്റെ പേരെടുത്ത് വെച്ച് വേറൊരു ക്യാരക്ടറിനെ അവരുടെ ഒരു നിബിയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഫറ്റായിട്ട് അവതരിപ്പിച്ചു. ഞാൻ അത്രേ എന്നെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു വിട്ടു. അവന്റെ അന്വേഷണം തിരിച്ചു വന്നിട്ടില്ല. സത്യത്തിന് ഒരു മുഖം മാത്രമല്ല ഉള്ളത്.
അതാകുമ്പോഴനുസരിച്ച് എൻ്റെ കൈ കണ്ടോ. അപ്പം ഈ കൈ ഞാൻ കാണിക്കുമ്പോൾ ഈ വശം മാത്രം കണ്ടിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അത് പറഞ്ഞാൽ മതി. മറുവശത്തൂടി ഈ ഭാഗം കണ്ട ഞാൻ അതിന്റെ മറുഭാഗം പറയാം. അവിടെയാണ് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ പ്രത്യേകത. കുടുംബത്തിന്റെ ബിൽഡിംഗ്. ഭാര്യയുടെ എക്സ്പീരിയൻസ് പറയാം, ഭർത്താവിന്റെ എക്സ്പീരിയൻസ് പറയാം. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അനുഭവത്തിൽ നമ്മൾ കൊടുക്കുന്നത് അന്നേരമാണ് അത് കുടുംബമാണ് എന്ന് പറയുന്നത് പോലെ സഭയില് വ്യക്തികൾക്ക്. അതുകൊണ്ടാണ് പറഞ്ഞ യേശുവിനോട് കൂട്ടായ ബന്ധമാ അതിനെക്കാട്ടിൽ നമുക്ക് വ്യക്തിപരമായ ബന്ധമാണ്. വ്യക്തികൾക്ക് ഓരോ ഇൻസ്പിറേഷൻ ദൈവം തരും. അത് പറയണ സമയം എന്ത് കുഴപ്പമില്ല. അതിന് ഈ ചോദ്യം ചോദിച്ചാൽ ഇച്ചിരി ടെക്നിക്കൽ ഉത്തരം പറയാം. എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടുന്നത് ചിലപ്പോൾ എനിക്ക് മാത്രമുള്ളതായിരിക്കും. അത് പറയേണ്ട കാര്യം. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ചിലയിടത്തൊക്കെ അപ്പാരിഷൻസ് ഉണ്ട്. അതിന് മാതാവ് ഒത്തിരി അടുത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമായിട്ട്. അത് എല്ലാവർക്കും വേണ്ടി ആയിരിക്കണം നിർബന്ധമില്ല. അതുപോലെ തന്നെ യേശു അനുഭവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിപരമായ അനുഭവം ഉണ്ടാകും. അത് എല്ലാവർക്കും വേണ്ടി ആയിരിക്കണമെന്നില്ല, എനിക്ക് വേണ്ടിയായിരിക്കും. എന്നാൽ പൊതുവായിട്ടുള്ള അനുഭവങ്ങൾ വരും, അത് ഷെയർ ചെയ്യാം. പക്ഷേ ഈ ബൈബിൾ ഇന്റർപ്രിട്ടേഷൻ എനിക്ക് മനസ്സിലാകുന്നത് പറയാം. അത് വെച്ചിട്ട് ആ ആള് വേറെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇപ്പൊ തന്നെ നോക്കിയേ, ഒരു കാര്യം ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, അപ്പൊ അത് ഇവിടെ ഇരിക്കുന്നവര് അവരവരുടെ രീതിയിലെ മനസ്സിലാക്കുന്നത് മതി. പക്ഷെ ഇത് മനസ്സിലാക്കുന്ന ഒരു കൂട്ടം മനുഷ്യന് ജീവിക്കുമ്പോൾ അത് ഒന്നിച്ചുള്ള നമ്മുടെ ബന്ധം. അതുകൊണ്ട് പറയാതിരിക്കണം. വ്യക്തിപരമായിട്ട് കിട്ടുന്നത് ധൈര്യമായിട്ട് പറഞ്ഞു.